അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവർക്ക് സ്നേഹാഭിവാദ്യങ്ങൾ. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ സുഹൃത്ത് സുബൈർ സാഹിബ് അവറുകളെ, ഈ ചടങ്ങ് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെയും പോഷക ഘടകങ്ങളുടെയും സമുന്നതരായ നേതാക്കളെ, സമാദരണീയരായ സഹപ്രവർത്തകരെ, വളരെ ഭംഗിയും പ്രൗഢിയുമുള്ള ഒരു ചടങ്ങിലാണ് നമ്മൾ പങ്കെടുത്തിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ച് നിങ്ങളുടെ മെമ്പർമാരുടെ സംസാരം കേൾക്കുകയായിരുന്നു. വളരെ ആത്മാർത്ഥതയുള്ള ഒരു മെമ്പേഴ്സിൻ്റെ സേവനം ലഭിച്ചവരാണ് നിങ്ങൾ. ഇവർ പറഞ്ഞ പോലെ ഈ പ്രസംഗമൊന്നും വലിയ പ്രധാനമുള്ള കാര്യമൊന്നുമല്ല. നമ്മളെ നയിച്ച നേതാക്കളിൽ പ്രസംഗിക്കുന്നവരല്ല കൂടുതൽ നമ്മൾ നയിച്ചത് എന്നതാണ്. ബാഫക്കി തങ്ങൾ പ്രസംഗിക്കില്ലായിരുന്നു, അധികം പൂക്കോയ തങ്ങൾ പ്രസംഗിക്കില്ലായിരുന്നു, മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ വല്ലാതെ പ്രസംഗിച്ചതായി നമ്മൾ കേട്ടിട്ടേ ഇല്ല, ഹൈദർ അലി ഷിഹാബ് തങ്ങൾ മിതഭാഷിയായിരുന്നു. നമ്മുടെ കഴിഞ്ഞ ഈ 70 കൊല്ലത്തിനിടയിൽ ജയിച്ച ഏറ്റവും നല്ല സംഘാടകൻ എന്ന് പറയുന്നത് MSFൻ്റെ പ്രസിഡൻ്റായിരുന്ന ഹബീബ് റഹ്മാനാണ്. ഹബീബ് റഹ്മാൻ അധികം പ്രഭാഷകനായിരുന്നില്ല. അപ്പോൾ ഈ പ്രസംഗമല്ല പ്രധാനം, പ്രവർത്തനമാണ് എന്നതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഒരു ഉച്ചയ്ക്ക് ശേഷം, ഭക്ഷണശേഷം ഇരുന്ന് ഒരു ക്ലാസ് കേൾക്കുകയാണ്. ഞാനൊരു കോളേജ് അധ്യാപകനാണ്. ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഈ ക്ലാസ്സിൽ നമുക്ക് തന്നെ പോകാൻ മടിയാണ്. കാരണം ഈ കുട്ടികൾ ഉറങ്ങുകയായിരിക്കും കുറേ സമയത്ത്. നിങ്ങൾ ബിരിയാണി ആയിരിക്കില്ല കഴിച്ചത് അല്ലേ? ആണോ? മന്തിയാണ് കഴിച്ചതോ? ഒന്നുകൂടി ഉറക്കം വല്ലാത്ത സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ അവിടെ വന്ന് ഈ ചരിത്രം പറയാന്നൊക്കെ ഉള്ളത് അത് വലിയൊരു ബുദ്ധിമുട്ടേറിയ കാലമാണ്. നമ്മളൊരാളെ കേൾക്കുക എന്നുള്ളത്, ഇപ്പോൾ വാട്സപ്പിൽ പിന്നെ സാധാരണ ചൂവിലിട്ടിട്ടാണ് നമ്മൾ കേൾക്കാറുള്ളത്, എത്രയും പെട്ടെന്ന് തീരാൻ. വേഗതയുടെ കാലമാണത്. എല്ലാത്തിൻ്റെ ട്രെൻഡ് മാറിയല്ലോ. പണ്ട് വയല് കേൾക്കാൻ പോയിരുന്നില്ല നമ്മൾ. ഇപ്പോൾ വയല് കേൾക്കാൻ നമ്മൾ പോകാറില്ല. കാരണം വയല് നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴും വയല് കേട്ടുകൊണ്ട് ജോലി ചെയ്യാം. യൂട്യൂബിൽ ലഭ്യമാണ്, വെറുതെ എന്തിനാ പോകേണ്ട ആവശ്യം എന്നതാണ്. അപ്പോൾ ഓരോത്തിൻ്റെയും ഈ ടെക്നോളജി വരുത്തിയ ഈ മാറ്റങ്ങളുണ്ട്. ഈ മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്പീഡാണ്, വേഗതയാണ്. വേഗത എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് തിരൂരിൽ നിന്നാണ് വരുന്നത്. പണ്ട് തിരൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് നേരത്തെ പുറപ്പെടണമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ ഏത് സമയത്ത് എത്തണമെന്ന് സുബൈർ സാഹിബിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു സമയം പറഞ്ഞു. ഞാൻ ആ സമയം കഴിഞ്ഞു, അരമണിക്കൂർ കഴിഞ്ഞാൽ പുറപ്പെട്ടത്. ഇപ്പോൾ പുതിയ ദേശീയപാത വന്നതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഇങ്ങോട്ട് എത്തപ്പെടാൻ കഴിയും എന്നതാണ്. അപ്പോൾ ഈ പുതിയ കാലത്തിൻ്റെ പ്രശ്നം വേഗതയാണ്, സ്പീഡാണ്. ആ സ്പീഡിനൊപ്പം ഓടിയെത്താൻ കഴിയാത്ത എല്ലാ സംവിധാനങ്ങളും നമ്മൾ പ്രതിസന്ധിയിൽ. ഇപ്പോൾ ഒരു കുട്ടികളുടെ കാലമാണ്. നിങ്ങൾ മൊബൈലിൽ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ കുട്ടികളെ കൈ കൊടുത്ത് നോക്കുക, അവർ പെട്ടെന്ന് നന്നാക്കി തരും. നിങ്ങളുടെ ഏതെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ടുള്ള കുട്ടികൾ, സ്വന്തമായി യൂട്യൂബ് ചാനലുള്ള കുട്ടികളുടെയൊക്കെ ഉമ്മമാരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അത് പുതിയ കാലത്തിൻ്റെ പ്രത്യേകതയാണ്. അത് പുതിയ കാലം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്ക് വേഗതയേറിയ കാലമാണ്. ഇപ്പോൾ ChatGPT എന്ന് പറയുന്ന നിങ്ങൾക്കെല്ലാവർക്കും അറിയും. ChatGPTയും ഒക്കെ ജെമിനിയും ഒക്കെ ഉണ്ട്. പണ്ട് നമ്മൾ വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരുന്നത്, ഇതൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഗൂഗിളിൽ നമ്മൾ ജസ്റ്റ് ഒരു വിവരം എന്താണ്, ഒന്നും അറിയാത്ത സംഭവങ്ങളെ സംബന്ധിച്ച് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നമുക്കത് കിട്ടും. ഇപ്പോൾ കുട്ടികളൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ഇമോഷൻസ് ഇല്ലേ. ഞാനിപ്പോൾ അല്പം ടെൻസ്ഡാണ്, എൻ്റെ ടെൻഷന് പരിഹാരം എന്താണെന്ന് ഉമ്മാനോടും ഉപ്പാനോടും ചോദിക്കേണ്ട. ChatGPTയിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ആ ടെൻഷന് പരിഹാരം ആര് പറഞ്ഞുതരും? ChatGPT പറഞ്ഞുതരും. അതനുസരിച്ച് നിൽക്കുന്നൊരു കാലമാണ്. ഞാൻ പറയുന്നത്, ഇവിടെ പ്രധാനപ്പെട്ട 2 സെഷനുകൾ കഴിഞ്ഞു. ഒന്ന് ഫർഹാൻ നൗഷാദും അതോടൊപ്പം തന്നെ ജയന്തി രാജൻ്റെയും 2 സെഷനുകൾ. അത് പ്രബലമായ സെഷനാണ്. ഇപ്പോൾ ഇവിടെ മുമ്പ് നടന്ന സംസാരങ്ങൾ എന്താണെന്നും എനിക്കറിയില്ല. ഞാനിനി സംസാരിക്കാൻ പോകുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായ കാര്യമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എന്നോട് പറഞ്ഞിട്ടുള്ളത് മുസ്ലിം ലീഗിൻ്റെ ചരിത്രം പറയുക എന്നതാണ്. ഈ മുസ്ലിം ലീഗിൻ്റെ ചരിത്രം ഞാൻ പറയുന്നില്ല, അത് നമ്മുടെ ചരിത്രം പറയുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് വളർന്നത്, നമ്മൾ എങ്ങനെയാണ് ഇത്ര ആത്മാഭിമാനമുള്ളവരായത്, നമ്മൾ എങ്ങനെയാണ് ഇത്തരത്തിൽ പ്രബുദ്ധരായത് എന്നതിനെ സംബന്ധിക്കുന്ന
ഒരു പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ കാര്യങ്ങൾ, ഇത്തരത്തിലൊരു വലിയ പന്തൽ കെട്ടി ഇത്ര വലിയ മൈക്ക് സെറ്റുകളൊക്കെ വെച്ച് ഇങ്ങനൊരു സംവിധാനത്തിൽ പരിപാടി നടത്തണമെങ്കിൽ എത്ര റിസ്ക് ഉണ്ട് എന്ന് പൂർണ്ണമായും അറിയുന്ന പ്രാദേശിക തലത്തിൽ മുസ്ലിം ലീഗ് പാർട്ടിക്ക് വേണ്ടി ഇത്തരം പരിപാടികൾ നടത്താൻ ഓടി നടക്കുന്ന ഒരു സംഘാടകനെന്ന നിലയ്ക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ സംഘാടകരുടെ റിസ്കിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പരിപാടി നടത്തുന്നതിൻ്റെ ഭാഗമായി എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരണമെന്നതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് ബോറടിപ്പിക്കാതെ പറയണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു പാർട്ടിയല്ല. മുസ്ലിം ലീഗിനെ പാർട്ടി എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ അസംബന്ധമാണ്. മുസ്ലിം ലീഗ് പ്രസ്ഥാനമാണ്. മർഹൂം MI തങ്ങൾ, അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറിടം വെളിച്ചാക്കി കൊടുക്കട്ടെ, മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട സൈദ്ധാന്തികനായ സമുന്നതനായ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യമൊക്കെ നമ്മളെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലമാണ്. പാർട്ടിയും പ്രസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പാർട്ടിയും പ്രസ്ഥാനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാർക്ക് ചെറിയ അജണ്ടകൾ ഉണ്ടാവുള്ളൂ, ചെറിയ പ്ലാനുകൾ ഉണ്ടാവുള്ളൂ. പാർട്ടിക്കാരുടെ അജണ്ടയുടെ മാക്സിമം എന്തായിരിക്കും എന്നറിയോ? അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിക്കുക, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക, അടുത്ത ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നതാണ് പാർട്ടിക്കാരുടെ അജണ്ട. കഴിഞ്ഞ പിണറായി സർക്കാർ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിൽ കോവിഡ് വന്നു. പിണറായി സർക്കാർ തീരുമാനിച്ചത് പുതിയ കാലത്തിൻ്റെ എല്ലാ ടെക്നോളജികളെയും പറ്റി അവർ പഠിച്ചു. പുതിയ കാലത്ത് BJP നടപ്പിലാക്കുന്ന ചില സംവിധാനങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം BJP ഇന്ത്യയിലാകമാനം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ നവമാധ്യമങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷം BJP ചെലവഴിച്ച പൈസ എത്രയെന്നറിയോ? 1400 കോടി രൂപയാണ്. നമ്മുടെ നാട്ടിൽ CPM ഈ വർഷം തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി CPM 35 കോടി രൂപയുടെ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളാണ് നേതൃത്വം നൽകാൻ പോകുന്നത്. റിപ്പോർട്ടർ ചാനൽ കണ്ടാൽ, റിപ്പോർട്ടർ ചാനലിലെ മുതലാളി ആൻഡോ അഗസ്റ്റിനും ടീമുമാണ്. പക്ഷെ റിപ്പോർട്ടർ ചാനൽ കുറച്ച് പൈസ CPM കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഈ നാട്ടിൽ പാർട്ടി വാങ്ങിക്കാത്ത ചാനൽ ഏതാണെന്നറിയോ? 1 ഏഷ്യാനെറ്റ്, 2 മാതൃഭൂമി, 3 മീഡിയ വൺ ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങൾ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ ചാനലുകളും ഇവിടുത്തെ പാർട്ടികൾ വാങ്ങിച്ചു കഴിഞ്ഞു. നമ്മൾ കരുതുന്ന ചില യൂട്യൂബ് ചാനലുകൾ, 100-ലധികം ഫോളോവേഴ്സ് എന്നാണ് ഇപ്പോൾ അതിന് പറയാം. നമ്മൾ അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യുന്നത് ഈ വ്ളോഗേഴ്സിനെ കണ്ടിട്ടാണ്. ഇത്തരമുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ മുഴുവൻ എടുത്ത് അവരെ വിലക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. ആകെ ഉദ്ദേശം അടുത്ത ഭരണം കിട്ടുക എന്നതാണ്. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് പിണറായി സർക്കാർ ഭരണം കിട്ടാൻ വേണ്ടി എന്തു ചെയ്തു? കേരളത്തിൽ പ്രധാനമായും ന്യൂനപക്ഷ സമുദായം എന്ന് പറയുന്നത് 2 വിഭാഗമാണ്. ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയും ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമാണ് പ്രധാനപ്പെട്ട ന്യൂനപക്ഷങ്ങൾ. ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെയും മുസ്ലിം കമ്മ്യൂണിറ്റിയെയും പിണക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്തു. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റി എല്ലാം വാങ്ങിച്ചു കൊണ്ടുപോകുന്നേ എന്ന് പറഞ്ഞൊരു ഭീതി ഉണ്ടാക്കി. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ നേതാക്കന്മാർ, നമുക്ക് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ ഉണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പ്രധാനപ്പെട്ട 2 നേതാക്കന്മാർ, ഞാനവരെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ലീഡേഴ്സ് എന്ന് മാത്രം പറയല്ല, ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പൊതുസമൂഹത്തിൽ ഉയർന്നു വന്ന കേരളം അംഗീകരിച്ച 2 പേർ, ഒന്ന് ഉമ്മൻചാണ്ടിയും 2 KM മാണിയും. ഈ 2 മനുഷ്യന്മാരുടെയും മരണശേഷം അവരെ റൂൾ ചെയ്യാൻ വേണ്ടി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത്, സഭകൾക്കകത്ത് സ്വാധീനമുള്ള ജോർജിൻ്റെ ഭാര്യ വീണ ജോർജില്ലേ, ആ വീണ ജോർജിന് ശശികല ടീച്ചറെ മാറ്റിയിട്ട് ആരോഗ്യമന്ത്രി സ്ഥാനം കൊടുത്തു. 2, ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചു. അന്ന് പല നേതാക്കൾ, എനിക്ക് ഓർമ്മയുണ്ട്, അഭിവന്ദനായ ടി എ അഹമ്മദ് കബീർ സാഹിബ് പറഞ്ഞത് CPM തീക്കൊള്ളി കൊണ്ട് തലചൊറിയരുത്. കോൺഗ്രസ് എത്ര കാലം ഇന്ത്യ ഭരിച്ചു? കോൺഗ്രസിന് എല്ലാ കാലം ഭരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ വർഗീയത മുഴുവൻ അഴിച്ചുവിട്ടൂടായിരുന്നു. ഇവിടുത്തെ ഉദ്യോഗ ബന്ധങ്ങളെ ED യെയും ഇവിടുത്തെ CBI ഒക്കെ ഭരണം കിട്ടാൻ വേണ്ടി മോഡി ചെയ്യുന്ന പോലെ ചെയ്യുമായിരുന്നില്ലേ? അങ്ങനെ ഒന്നും ഭരണം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്ത് ഛിദ്രത ഉണ്ടാക്കരുത്.
ആ ഛിദ്രത ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ വർഗീയത പ്രോത്സാഹിപ്പിച്ചു. ആ വർഗീയത ഇപ്പോൾ എവിടെ എത്തി? ആ വർഗീയത ഇപ്പോൾ എത്തിച്ചേർന്നത് ക്രിസംഗി എന്ന പേരിൽ, കാസ എന്ന പേരിൽ. തൃശ്ശൂരിലെ ലോകസഭാ സീറ്റ് പോലും കേരളത്തിൽ BJPക്ക് ലഭിക്കുന്ന രൂപത്തിൽ ആ വർഗീയത വളർന്നുപോയി. താൽക്കാലികമായി പിണറായി വിജയൻ ജയിച്ചു അന്ന് അദ്ദേഹം രണ്ടാമതും ഭരണത്തിലെത്തി. ഉണ്ടായ പ്രശ്നം എന്താണ്? ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും മുസ്ലിം കമ്മ്യൂണിറ്റിക്കും അകത്തുള്ള ഒരു അഭിപ്രായാന്തരം വർദ്ധിച്ചു. രണ്ടാമത്, ഈ നാട്ടിൽ ഇനിയും പിണറായി വിജയൻ അധികാരത്തിൽ വരണം. അതിൻ്റെ വഴി എന്താണ്? ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പിറകെ പോയിട്ട് കാര്യമില്ല. ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ പിന്തുണ വേണം. ശബരിമലയിൽ ആചാരലംഘനം നടത്തി അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിച്ചത് ആരാണ്? പിണറായി വിജയൻ. ആ ആചാരലംഘനം നടത്തിയ പിണറായി വിജയൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? കഴിഞ്ഞ ദിവസം അയ്യപ്പ സംഗമം നടത്തുന്നത്. വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് നിരന്തരമായി ഈ നാട്ടിൽ വർഗീയത പറയിപ്പിക്കുന്ന അദ്ദേഹമാണ്. ഈ നാട്ടിൽ വർഗീയത പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയുന്നതിന് പകരം അദ്ദേഹത്തെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നത് മുഖ്യമന്ത്രിയാണ്. ഇപ്പൊ ഭരണം കിട്ടാൻ വേണ്ടി എന്ത് കുതന്ത്രവും കാണിക്കുന്ന ആൾക്കാരെയാണ് പാർട്ടിക്കാർ എന്ന് പറയുക. ഞാനൊരു ഉദാഹരണമായി പാർട്ടി എന്നതിനെ സംബന്ധിച്ചൊരു ഉദാഹരണം പറഞ്ഞതാണ്. പാർട്ടിക്ക് ഭരണം കിട്ടുക, വോട്ടെടുപ്പിൽ ജയിക്കുക എന്നത് മാത്രമാണ് അജണ്ട. മുസ്ലിം ലീഗ് പാർട്ടിയല്ല. മുസ്ലിം ലീഗ് പാർട്ടിയായാൽ ആ നാട്ടിൽ മുസ്ലിം ലീഗ് നശിച്ചു പോകും. തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമാണ് ഈ നാട്ടിൽ മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ നാട്ടിൽ മുസ്ലിം ലീഗിന് ആയുസ്സുണ്ടാവില്ല. അത് മുസ്ലിം ലീഗിൻ്റെ ഐഡിയോളജിക്കൽ ബേസാണ്. മുസ്ലിം ലീഗ് പ്രസ്ഥാനമാണ്. പാർട്ടി 5 വർഷം കൂടുന്ന തെരഞ്ഞെടുപ്പുകളെ പറ്റി ചിന്തിക്കുമ്പോൾ പ്രസ്ഥാനം 50 വർഷത്തിനപ്പുറത്ത് ജീവിക്കുന്ന തലമുറകളെ പറ്റി ചിന്തിക്കുന്നു എന്നതാണ്. 50 വർഷത്തിനപ്പുറത്ത് ജീവിക്കുന്ന തലമുറകൾ ഏതാണ്? ആ തലമുറകളെ പറ്റിയുള്ള സ്വപ്നം എന്താണ്? മുസ്ലിം ലീഗിൻ്റെ ചരിത്രം ഏതു തരത്തിൽ പരിശോധിച്ചാലും അത് ബോധ്യമാകും. നമ്മൾ ആലോചിക്കണം, നമ്മുടെ നാട്ടിൽ അഭിവന്ദനായ CH മുഹമ്മദ് കോയ അദ്ദേഹം മന്ത്രിയായി വരുന്നത് 1967 കേരളം ഉണ്ടായത് 1967 അതിനും പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ്. കേരളം ഉണ്ടായതിനു ശേഷം പതിറ്റാണ്ടുകൾക്ക് ശേഷം അഭിവന്ദനായ CH മുഹമ്മദ് കോയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായി അധികാരത്തിൽ വരികയാണ്. അധികാരത്തിൽ വരുന്ന സമയത്ത് അദ്ദേഹം പരിശോധിച്ചു, എൻ്റെ കമ്മ്യൂണിറ്റിയുടെ അവസ്ഥ എന്താണ്, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഈ പാവപ്പെട്ട ഈ കമ്മ്യൂണിറ്റിയുടെ അവസ്ഥ എന്താണ്. ആ അവസ്ഥയെ പറ്റി പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ബോംബെയിലേക്കും മംഗലാപുരത്തേക്കും മദ്രാസിലേക്കും സിലോണിലേക്കും മലേഷ്യയിലേക്കുമൊക്കെ പ്രവാസികളായി പോയ ഭർത്താക്കന്മാർ, ഈ നാട്ടിലെ ഉപ്പമാർ അന്ന് ഗൾഫ് കണ്ടെത്തിയിട്ടില്ല. നമ്മളെ നാട്ടിൽ നിന്ന് സിലോണിലേക്ക്, സിലോൺ എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയിലേക്ക് ജോലി ചെയ്യാൻ പോയ ഒരു മനുഷ്യനാണ് കൊളംബോ എയർപോർട്ട് ഉണ്ടാക്കാൻ 200 ഏക്കർ സ്ഥലം വിട്ടുകൊടുത്തത്. ആ മനുഷ്യൻ കോഴിക്കോട്ടുകാരനായ ചാലിയത്തെ ഇമ്പിച്ചി ഹാജിയാണ്. ഞാൻ പറഞ്ഞത് അതൊക്കെ പ്രവാസത്തിൻ്റെ പുഷ്കരമായ ഓർമ്മകളാണ്. നമ്മളെ പ്രവാസം ബോംബേക്കാണ് പോയത്, നമ്മൾ മദ്രാസിക്കാണ് പോയത്, നമ്മൾ മംഗലാപുരത്തേക്കാണ് പോയത്, നമ്മൾ പിന്നീട് സിലോണിൽ പോയി, പിന്നീട് മലേഷ്യയിൽ പോയി, പിന്നീടാണ് നമ്മൾ ഈ മധ്യ പൗരസ്ത്യ ദേശങ്ങളിലേക്ക്, ഗൾഫ് രാജ്യങ്ങളിലേക്ക്, എണ്ണപ്പണത്തിൻ്റെ പളുവളുപ്പിലേക്ക് നമ്മൾ പോകുന്നത്. അതുവരെയുള്ള കാലത്ത് അവിടേക്ക് പോയ ഭർത്താക്കന്മാർ കത്തയച്ചാൽ അത് വായിക്കാൻ ഇവിടുത്തെ ഭാര്യമാർക്ക് അറിയില്ലായിരുന്നു. സ്ത്രീകൾ സ്കൂളിൽ പോകണ്ട എന്ന് വിശ്വസിച്ചൊരു തലമുറ. ആൺകുട്ടികൾക്ക് സ്കൂളിൽ പോവായിരുന്നു, കാരണം ആൺകുട്ടികൾക്ക് കുപ്പായിടാതെ സ്കൂളിൽ പോവാം. പെൺകുട്ടികൾ സ്കൂളിൽ പോകണമെങ്കിൽ പാവാട വേണം, തട്ടം വേണം, കുപ്പായം വേണം. ഇത് 2 കൂട്ടൊക്കെ വാങ്ങിച്ചു വെച്ച് അവരെ സ്കൂളിലേക്ക് വിടേണ്ടതില്ല എന്ന നിഷ്കർഷത പുലർത്തിയ നിരക്ഷരരായ കർഷകരായ പാവപ്പെട്ട മനുഷ്യരായിരുന്നു നമ്മുടെ വാപ്പാര്, ഈ നാട്ടിലെ മനുഷ്യർ. ആ മനുഷ്യരോടാണ് അന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ, അത് NV അബ്ദുസലാം മൗലവി സാഹിബാണ് തുടക്കം കുറിച്ചു വെച്ചത്. അദ്ദേഹം പറഞ്ഞു, പാണക്കാട്ടെ തങ്ങളെ, നിങ്ങൾ ഈ പള്ളി ഉദ്ഘാടനത്തിനും മദ്രസ ഉദ്ഘാടനത്തിനും പോയാൽ ഈ നാട്ടിലെ പെൺകുട്ടികൾ അവരെ ഉമ്മമാരോട്, കാച്ചിത്തുണിയെടുത്ത ഉമ്മമാരോട്, വെളുത്ത സൂപ്പെടുത്ത ഉമ്മമാരോട് നിങ്ങളെ പെൺമക്കളെ സ്കൂളിൽ പറഞ്ഞയക്കണമെന്ന് അങ്ങ് പ്രസംഗിക്കണമെന്ന് അഭിവന്ദനായ പാണക്കാട്ടെ പൂക്കോയ തങ്ങളോട് മുസ്ലിം ലീഗിൻ്റെ യോഗത്തിൽ വെച്ച് അഭ്യർത്ഥിക്കുന്നുണ്ട്. പാണക്കാട്ടെ പൂക്കോയ തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ പടനായകരാണ്. പാണക്കാട്ടെ തങ്ങൾ പറഞ്ഞാൽ ആളുകൾ കേൾക്കും.
പാണക്കാട്ട് പൂക്കോയത്തങ്ങൾ പറഞ്ഞിട്ടും ഒരു കൂട്ടമായ ഒരു ഒഴുക്ക് സ്കൂളിലേക്ക് ഉണ്ടായില്ല. അതിൻ്റെ കാരണം എന്താണ്? ഒന്ന് നിരക്ഷരതയാണ്, രണ്ടാമത് ആറ്റിറ്റ്യൂഡാണ്, മൂന്നാമത് എന്താണ്? മൂന്നാമത് സാമ്പത്തിക പ്രയാസങ്ങളാണ്. അവിടെയാണ് അഭിവന്ദനായ CH മുഹമ്മദ് കോയ പറഞ്ഞത് 1967 ഒരു പവൻ സ്വർണത്തിന് 162 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. അന്ന് ഒരു പെൺകുട്ടി സ്കൂളിൽ പോയാൽ നിങ്ങളുടെ മകൾക്ക് ഞാൻ 18 രൂപ സ്കോളർഷിപ്പ് തരാം, മാപ്പിള സമുദായമേ നിങ്ങളെ പെൺമക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കൂ എന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങി. 18 രൂപ ഒരു പെൺകുട്ടി സ്കൂളിൽ പോയാൽ വർഷത്തിൽ സ്കോളർഷിപ്പ് കിട്ടും. ഒരു ഉമ്മാക്കും ഉപ്പാക്കും അന്ന് 10 കുട്ടികളും 12 കുട്ടികളൊക്കെ ഉണ്ടാവും. 10 കുട്ടികളും 12 കുട്ടികളൊക്കെ ഉള്ള ഉപ്പയും ആ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന 5-6 കുട്ടികളുടെ രക്ഷിതാക്കൾ അവർക്ക് സ്കോളർഷിപ്പ് കിട്ടുന്ന പണം ഉപയോഗിച്ച് ചിലരൊക്കെ അന്ന് മഴ പെയ്യുന്നതിന് മുമ്പ് പുരകെട്ടി മേയാൻ തുടങ്ങി. ചെറിയ ചെറിയ കടങ്ങളൊക്കെ തിരിച്ചു കൊടുക്കാൻ തുടങ്ങി. അഥവാ അതിനുവേണ്ടി ഉപയോഗിക്കാൻ വരെ സ്കോളർഷിപ്പിന് സാധ്യമാകുന്ന രൂപത്തിലുണ്ടായിരുന്നു അന്ന് കൂട്ടമായി സമുദായത്തിലെ പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോയി. അഭിവന്ദനായ CH മുഹമ്മദ് കോയ സാഹിബ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി പാർലമെന്റിലേക്ക് മത്സരിച്ചു ഖായിദെ മില്ലത്തിന് ശേഷം. അന്ന് ആ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ പകരം വിദ്യാഭ്യാസ മന്ത്രിയായത് മുസ്ലിം ലീഗിലെ സർഗധനനായ പ്രതിഭ മർഹൂം ചാക്കീരി അഹമ്മദ് കുട്ടി സാഹിബാണ്. ചാക്കീരി അഹമ്മദ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ അന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസ നയപ്രഖ്യാപനങ്ങളുടെ ഭാഗമായി അന്ന് അദ്ദേഹം ഒരു നയം പ്രഖ്യാപിച്ചു. 1 മുതൽ 9 വരെ കുട്ടികൾ ഇനി തോൽക്കാതെ ജയിച്ചു പോവാം. 1 മുതൽ 9 വരെ ഇനി കുട്ടികളെ തോൽപ്പിക്കേണ്ടാന്ന്. ഇന്ന് 10 വരെ തോൽക്കൂല, 10ലും അപൂർവമായിട്ടൊന്ന് കുട്ടികളെ തോൽക്കാറുള്ളൂ. അന്ന് അതിനെ കളിയാക്കി പലരും വിളിച്ചത് എന്താണെന്നറിയോ? ചാക്കീരി പാസ് എന്നാണ്. ചാക്കീരി പാസിൻ്റെ ആൾക്കാരാണ് എന്നാണ് പറഞ്ഞത്. എന്താ സമുദായത്തിലുണ്ടായ മാറ്റം? മാഷെടുത്തൊക്കെ ഇന്ന് പണ്ട് ഉമ്മാർ കത്ത് വായിക്കാൻ പോയിരുന്നു. കുറുപ്പാശെടുത്തും മാധവ മാഷെടുത്തും പുതിയാപ്പിള അയച്ച കത്ത് കൊണ്ടേ കൊടുത്തിട്ട് മാഷ് കത്ത് വായിച്ചു തരുമ്പോൾ അത് കേട്ട് ധൃതന്ത പുളകിതയായി നിന്ന ഒരു തലമുറയായിരുന്നു നമ്മുടെ തലമുറ. ഇന്നും നിങ്ങളെ നാട്ടിൽ പരിശോധിച്ച് നോക്കി, പുതിയാപ്പിള അയച്ച കത്ത് വായിക്കാൻ അറിയാതെ മറ്റുള്ളവരെ കൊണ്ട് വായിപ്പിച്ച വൃദ്ധകളായ ആളുകൾ ഇന്നും ഓരോ വീട്ടിലുണ്ടാവും, ഒരു സംശയമില്ല. ആ തലമുറയിൽ നിന്ന് മാഷെടുത്തേക്ക് കത്ത് വായിപ്പിക്കാൻ പോയിരുന്ന ഉമ്മാരില്ലേ, ആ ഉമ്മാരെ മക്കൾക്ക് കല്യാണാലോചന വന്നപ്പോൾ അവർ പറയാൻ തുടങ്ങി, എൻ്റെ കുട്ടി ചില്ലറക്കാരിയല്ല, അവൾ 9 തോറ്റ കുട്ടിയാണ് എന്ന് പറഞ്ഞു. ഈ 9 തോറ്റ കുട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, വാപ്പ അയക്കണ കത്ത് വായിച്ചു കൊടുക്കാനുള്ള അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നു എന്നതാണ്. ഈ 9 തോറ്റ കുട്ടി ഉമ്മയായപ്പോഴാണ് നമ്മുടെ നാട്ടിൽ 10 പഠിക്കുന്ന കുട്ടി ഉണ്ടായത്. 10 പഠിച്ച കുട്ടി ഉമ്മയായപ്പോഴാണ് നമ്മുടെ നാട്ടിൽ 10 ജയിച്ച കുട്ടി ഉണ്ടായത്. 10 ജയിച്ച കുട്ടി ഉമ്മയായപ്പോഴാണ് നമ്മുടെ നാട്ടിൽ എൻട്രൻസ് എന്ന് കേട്ട കുട്ടി ഉണ്ടായത്. ആ കുട്ടി ഉമ്മയായപ്പോഴാണ് നമ്മുടെ നാട്ടിൽ എൻട്രൻസിൽ റാങ്ക് നേടുന്ന തലമുറയുണ്ടായത്. ആ തലമുറ ഉമ്മയായപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ആകാശത്ത് വിമാനം പറത്തുന്ന പെൺകുട്ടികൾ ഉണ്ടായത് എന്നതാണ്. 1967 അഭിവന്ദനായ CH മുഹമ്മദ് കോയ സാഹിബ് ചിന്തിച്ചത് 10-40 കൊല്ലം കഴിഞ്ഞാൽ എൻ്റെ നാട്ടിലെ കുട്ടികൾക്ക് മാറ്റമുണ്ടാകാൻ എൻ്റെ ഈ നയം കൊണ്ട് സാധ്യമാകും എന്നതാണ്. 1960കളിൽ ഈ രാമനാട്ടുകരക്കടുത്ത് ഫറൂഖിൽ പുളിയാളി അബ്ദുള്ള ഹാജി എന്ന് പറയുന്ന ഒരാൾ മഞ്ചേരിയിലെ റൗലത്തുൽ ഉലൂം അറബി കോളേജിന് എൻ്റെ പരലോക ഗുണത്തിനും എൻ്റെ സമുദായ ഗുണത്തിനും ഞാൻ എൻ്റെ 28 ഏക്കർ ഭൂമി വഖഫ് ചെയ്യുന്നു എന്ന് പറയുന്ന ഭൂമിയിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ഒരു കോളേജ് ഉണ്ടാക്കി. ആ കോളേജിൻ്റെ പേരാണ് ഫറൂഖ് കോളേജ്. ആ ഫറൂഖ് കോളേജ് ഉണ്ടാക്കാൻ അന്നൊരു പ്രത്യേകമായ സാഹചര്യം എന്ന് പറയുന്നത്, കോളേജിന് അപ്ലിക്കേഷൻ കൊടുക്കാൻ 600 രൂപ വേണം. 600 രൂപ അപ്ലിക്കേഷൻ അന്ന് കൊടുക്കാൻ 600 രൂപ കടം വാങ്ങിച്ചാണ്. അന്ന് 600 റുപ്യാണ് വലിയ സംഖ്യയാണ്. മദ്രാസിൽ വെച്ച് യോഗം ചേർന്ന് മദ്രാശി സർവകലാശാലയിൽ അന്ന് അപേക്ഷിച്ച് അന്ന് നമുക്കൊരു കോളേജിന് വേണ്ടി സ്ഥലം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തു. സ്ഥലം നോക്കാൻ ആൾ വന്ന് കൊടുത്ത റിപ്പോർട്ട് എന്താണെന്നറിയോ? ഈ കുറുക്കന്മാർ ഓരിയിടുന്ന ഈ കുറ്റിക്കാട്ടിൽ ഒരു കോളേജ് ഉണ്ടാക്കാൻ കഴിയൂല എന്നാണ് പറഞ്ഞത്. അതുണ്ടാക്കാനുള്ള ധനസ്ഥിതി ഈ അപേക്ഷകർക്കില്ല എന്നാണ്. ആ കുറ്റിക്കാട്ട് വെട്ടിത്തെളിച്ച് കോളേജ് ഉണ്ടാക്കാനുള്ള പൈസ ഈ അപേക്ഷകർക്കില്ല എന്നാണ് റിപ്പോർട്ട്.
അങ്ങനെയാണ് മദ്രാസ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ അണ്ണാ ലക്ഷ്മണ സ്വാമി മുതലിയാർ കോഴിക്കോട് വരുന്നത്. അദ്ദേഹം എന്തോ ഔദ്യോഗിക പരിപാടികൾക്ക് വേണ്ടി വന്നതാണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി അന്ന് ബാഫക്കി തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു സംഘം പോയിട്ട്, ഞങ്ങൾ പിന്നോക്കം വന്നു പോയൊരു സമുദായമാണ്, ഞങ്ങളുടെ അപേക്ഷ അങ്ങ് ദയവ് ചെയ്ത് തള്ളിക്കളയരുതേ എന്ന് പറയുന്നു. എന്നാൽ ഞാൻ നിങ്ങളുടെ അപേക്ഷ തള്ളിക്കളയില്ല. ഞാൻ നിങ്ങളുടെ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ സുഹൃത്താണ്. ഞാൻ കോളേജിന് അപേക്ഷ അംഗീകരിക്കാം, പക്ഷേ ഞാൻ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ്. എനിക്കെൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഈ കുറ്റിക്കാട്ടിൽ കോളേജ് ഉണ്ടാക്കാനുള്ള ധനസ്ഥിതി നിങ്ങൾക്കുണ്ടോ എന്നറിയാൻ നിങ്ങൾ 5 ലക്ഷം രൂപ സർവകലാശാലയിൽ കെട്ടിവെക്കണം. അതിൽ 2 ലക്ഷം റുപ്യ ഞങ്ങൾ ആദ്യം കെട്ടിവെക്കണമെന്ന് പറഞ്ഞു. അന്ന് ചന്ദ്രിക പത്രത്തിൽ അച്ചടിച്ചു വന്നു. ഓരോ രൂപ കൊടുക്കുന്നവരുടെ 10 രൂപ കൊടുക്കുന്നവരുടെ പേരച്ചടിച്ചു വന്നു. അന്ന് അഭിവന്ദനായ മുസ്ലിം ലീഗിൻ്റെ നേതാവ് മഞ്ചേരി MLA-യും ഫറൂഖ് കോളേജിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ ഭാരവാഹിയുമായ AV ഹൈദ്രോ സാഹിബ് MLA, അഡ്വക്കേറ്റ് AV ഹൈദ്രോ സാഹിബ്, അദ്ദേഹത്തിൻ്റെ മുല്ലത്ത് വീട് എന്ന് പറഞ്ഞ വീടുണ്ട്. ആ വീടും പറമ്പും പണയം വെച്ചു. ആധുനിക കോഴിക്കോടിൻ്റെ ശില്പികളിൽ ഒരാളായ കോഴിക്കോട്ടെ കാതിരിക്കോയ ഹാജിയുടെ വീടും പറമ്പും പണയപ്പെടുത്തി. CD സാഹിബിൻ്റെ ഉമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ് മണപ്പാട്ട് കുഞ്ഞമുഹമ്മദ് ഹാജിയുടെ മുണ്ടാർ എസ്റ്റേറ്റും വിവാദഭൂമിയായ മുനമ്പം എസ്റ്റേറ്റും ഫറൂഖ് കോളേജിൻ്റെ ആസ്തിയിൽ പെടുത്തി. അഭിവന്ദനായ CD സാഹിബിൻ്റെ വാപ്പ മക്കൾക്ക് ദാനമായി കൊടുത്ത അഴീക്കോട്ടെ സഭാപറമ്പ്, ലജ്റത്തുൽ ഹമദാനിയ സംഘത്തിന് ദാനമായി കൊടുത്ത അഴീക്കോട്ടെ സഭാപറമ്പ് ഈ കോളേജിൻ്റെ ആസ്തിയിൽ പെടുത്തി. പൈസ അല്ലേ, സ്വത്ത് കൂട്ടുകയാണ്. ഫറൂഖ് കോളേജിൻ്റെ പരിസര പ്രദേശത്തുള്ള കമ്മു മുഹമ്മദ് എന്ന് പറയുന്ന 2 സഹോദരങ്ങൾ അവരുടെ 2000 രൂപ മാസത്തിൽ വരുമാനമുള്ള 2 ഭൂമികൾ ഇതിൽ വെച്ചു കൊടുത്തു. ഒടുവിൽ 25,000 രൂപ അന്ന് കുറവുള്ളത് മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് തുക പിരിച്ച പണം ഫണ്ടിലുണ്ടായിരുന്നു. ഏത് 25,000 എന്നറിയോ? ഏതാണ് 25,000 എന്നുള്ളത്? 50 പേർ 500 ചെറുപ്പെടുത്തി 25,000 അല്ല. നമ്മളെങ്ങനത്തെ വാപ്പാര മക്കളെന്നറിയോ? ഈ നാട്ടിൽ മഴ കോരി ചൊരിയുമ്പോൾ പുതച്ചുറങ്ങാൻ പുതപ്പില്ലാഞ്ഞിട്ട് ചാക്ക് പുതച്ചുറങ്ങിയ വാപ്പാരുടെ മക്കളാണ്. ഉടുത്തു മാറ്റാൻ ഒരു മുണ്ട് മാത്രമുള്ളപ്പോൾ അത് ഉണക്കാട്ടിട്ട് അത് ഉണങ്ങുവോളം കുളത്തിലിറങ്ങി നഗ്നത മറച്ച വാപ്പാരുടെ മക്കളാണ്. തേങ്ങ പെറുക്കി കൂട്ടിയാൽ 5 or 6 തേങ്ങ കൂലിയായിട്ട് എടുത്തോന്ന് പറഞ്ഞാൽ ആ ജന്മി കൊടുക്കുന്ന ദാനമായ ആ കൂലി ഉണ്ടല്ലോ 5 or 6 തേങ്ങ, അത് അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റിട്ട് വീട്ടിൽ അടുപ്പെരിഞ്ഞ വാപ്പാരുടെ മക്കളാണ്. ആ വാപ്പമാർ മക്കളെ പോറ്റാൻ പാടത്തും പറമ്പിലും അധ്വാനിച്ചുണ്ടാക്കിയ കാലണയും മുക്കാലണയും ഓട്ടക്കാലണയും ചേർത്ത് വെച്ച 25,000 റുപ്യ, 10,000-കണക്കിന് ആളുകളുടെ സംഭാവന കൊടുത്തുണ്ടാക്കിയ അന്നത്തെ 25,000 രൂപ, മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ സഞ്ചരിക്കാനുണ്ടായിരുന്ന ഒരു കാർ, അഭിവന്ദനായ CD സാഹിബിൻ്റെ കാറ്, അന്ന് മലബാറിൽ കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെ നീണ്ടു കിടക്കുന്ന മലബാറിൽ ആകെ 27 കാറുള്ളൂ. അതിൽ 2 കാറുകൊണ്ട് കൊടുത്തിട്ടാണ് നമ്മളൊരു ഫറൂഖ് കോളേജ് ഉണ്ടാക്കിയത്. ആ കോളേജ് ഉണ്ടാക്കുന്ന സമയത്ത് CD സാഹിബിനോട് പലരും ചോദിച്ചു, ഒരു സാധാരണ ജൂനിയർ കോളേജാക്കി തുടങ്ങിയാൽ പോരായിരുന്നോ? അന്ന് അദ്ദേഹം പറഞ്ഞത്, ഇത് സമുദായത്തിൻ്റെ വളർച്ചയുടെ അടയാളക്കല്ലാണ്. ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ നാളെ നയിക്കുന്ന കാലം വരുന്നവർ. ഈ ഫറൂഖ് കോളേജിലും PSMO കോളേജിലും മമ്പാട് കോളേജിലും പഠിച്ച കുട്ടികളാണ് ഇന്ന് ഈ മുസ്ലിം സമുദായത്തെ നയിക്കുന്നവരിൽ ഭൂരിപക്ഷവും. ഏറനാട്ടിലൊരു ഗ്രാമമാണ് മമ്പാട്. ഈ ഫറൂഖ് കോളേജ് ഉണ്ടാക്കിയപ്പോൾ NV അബ്ദുസ്സലാം മൗലവി സാഹിബിന്, അഭിവന്ദനായ CN അഹമ്മദ് മൗലവി സാഹിബിന് വല്ലാത്തൊരു ആഗ്രഹം, ഏറനാട്ടിൽ ഇങ്ങനത്തെ ഒരു ഇത് ഉണ്ടാക്കണം. ഓരോ മുതലാളിമാരെ പോയി കണ്ടു. നിങ്ങൾക്ക് പടച്ചോൻ കുറച്ച് സ്വത്തന്നില്ലേ, നമുക്കൊരു കോളേജ് ഉണ്ടാക്കാൻ, ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ നിങ്ങൾ സ്ഥലം തരീന്ന് പറഞ്ഞു. അന്ന് എടവണ്ണക്കടുത്ത് മമ്പാടിനടുത്ത് അത്തൻ മൊയ്യീൻ അധികാരി എന്ന് പറയുകയാണ്. അദ്ദേഹം വലിയ സമ്പത്തിനുടമയാണ്. അദ്ദേഹത്തോട് പോയിട്ട് പറഞ്ഞു, പടച്ചോങ്ങൾക്ക് സ്വത്തന്നില്ലേ, ഞങ്ങൾ കുറച്ച് സ്ഥലം തരീന്ന്. CN അഹമ്മദ് മൗലവി സാഹിബ് പറഞ്ഞു. അതിന് മറുപടി പറഞ്ഞില്ല. CN അഹമ്മദ് മൗലവി സാഹിബിനോട് അഭിവന്ദനായ അത്തൻ മൊയ്യീൻ അധികാരിയും MK ഹാജി സാഹിബ്, തിരുരങ്ങാടി യത്തീംഖാനയുടെ സ്ഥാപകനായ MK ഹാജി സാഹിബും അത്തൻ മൊയ്യീൻ അധികാരിയും CN അഹമ്മദ് മൗലവി സാഹിബും കൂടി ഒരു സ്ഥലത്ത് കണ്ടിട്ട് പറഞ്ഞു, ഈ മൗലവി എന്നെ കാണുമ്പോൾ എപ്പോഴും സ്ഥലം ചോദിക്കുകയാണ്, ഹാജി ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. നിങ്ങൾ സ്ഥലം കൊടുത്തളി, ലോകമറിയുന്നൊരു സ്ഥാപനം ഉണ്ടാകട്ടെ എന്ന്. മമ്പാട്ടുള്ള കുട്ടികൾ ഹൈസ്കൂളിൽ പോയിരുന്നത് ഒന്നുകിൽ നിലമ്പൂരിലേക്കും 2 തിരുവാലിയിലേക്കുമാണ്. കിലോമീറ്ററുകൾ നടന്ന് ഹൈസ്കൂളിൽ പോകുന്ന സ്ഥലത്ത് ആ മനുഷ്യർ CN അഹമ്മദ് മൗലവി സാഹിബും അത്തൻ മൊയ്യീൻ അധികാരിയും
അഭിനന്ദനായ MK ഹാജി സാഹിബും ചേർന്നൊരു കോളേജ് ഉണ്ടാക്കി. ആൾക്കാർ ചോദിച്ചു, മൗലവി സാഹിബ് നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ ഈ പഠിക്കാൻ കുട്ടികളില്ലാത്ത നാട്ടിൽ കോളേജ് ഉണ്ടാക്കാൻ? 10-40 കൊല്ലം കഴിഞ്ഞോട്ടെ, അപ്പോൾ കാണാം എന്നാ പറഞ്ഞു. ആ മമ്പാട് കോളേജ് ലീഗിന് നടത്താൻ കഴിയാതെ വന്നു. ലീഗിൻ്റെ നേതാക്കൾക്ക് അത് നടത്താൻ കഴിയാതെ വന്നു. വലിയ സാമ്പത്തിക ചെലവുണ്ട്. അന്ന് ലീഗിൻ്റെ ഒരു അനിയനുണ്ടായിരുന്നു. ആ അനിയൻ്റെ പേരാണ് MES എന്ന് പറയും. MES ലീഗും ചെറിയൊരു സ്വത്ത് തർക്കം ഉണ്ടായി പിരിഞ്ഞതാണ്. ആ MESന് മമ്പാട് കോളേജ് നടത്താൻ ഏൽപ്പിക്കുകയാണ്. അന്ന് മർഹൂം CH മുഹമ്മദ് കോയ നടത്തിയൊരു പ്രസംഗമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ അത് കൃത്യമായി കേൾക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്താ പ്രസംഗം എന്നറിയോ? ഡോക്ടർ ഗഫൂർ സാഹിബ്, ഇന്നത്തെ ഫസൽ ഗഫൂറിൻ്റെ പിതാവ്, അദ്ദേഹമാണ് MESൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിലെ അതിപ്രഗത്ഭനായ ന്യൂറോ സർജനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, സാമുദായിക വിദ്യാഭ്യാസ പ്രവർത്തന രംഗത്ത് വളരെ സംഭാവനകൾ ചെയ്ത മഹാമനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തോട് നമുക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കണമല്ലോ. ഗഫൂർ സാഹിബിനെ സ്റ്റേജിലിരുത്തി CH മുഹമ്മദ് കോയ പ്രസംഗിച്ചത് എന്താണെന്നറിയോ? മിസ്റ്റർ ഗഫൂർ, നിങ്ങൾ ഞങ്ങളുടെ മരുമകനാണ്. ഈ കാണുന്ന മമ്പാട് കോളേജില്ലേ, ഈ കോളേജ് ഞങ്ങളുടെ സുന്ദരിയായ മകളാണ്. ഞങ്ങളുടെ മകളെ നിങ്ങൾക്ക് ഞങ്ങൾ നിക്കാഹ് ചെയ്തു തരികയാണ്. ഞങ്ങളുടെ മമ്പാട് കോളേജിന് നിങ്ങൾ പൊന്നുപോലെ നോക്കണേന്ന്. ഇന്ന് ആ മമ്പാട് കോളേജിൻ്റെ പേര് ഡോക്ടർ ഗഫൂർ മെമ്മോറിയൽ മമ്പാട് കോളേജ് എന്നാണ്. ആ മമ്പാട് കോളേജ് ഇന്ന് സ്വകാര്യ ഓട്ടോണമസ് കോളേജാണ്. ഒരു പക്ഷേ സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കുന്ന സമയത്ത് ആദ്യത്തെ സർവകലാശാലകളിൽ ഒന്നാകാൻ വേണ്ടി മമ്പാട് MES ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. 1961 മുസ്ലിം ലീഗിന് ആദ്യമായി ഒരു അധികാര സ്ഥാനം ലഭിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായ മർഹൂം KM സീതി സാഹിബ്, അദ്ദേഹമാണ് കേരള നിയമസഭയുടെ സ്പീക്കർ. കേരളത്തിൻ്റെ രണ്ടാമത്തെ സ്പീക്കറാണ് അദ്ദേഹം. കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കറായിരിക്കെ അന്തരിച്ച ആദ്യത്തെ നിയമസഭാ സ്പീക്കർ അദ്ദേഹമാണ്. 1962 ആദ്യത്തിലാണ് അദ്ദേഹം അന്തരിക്കുന്നത്. അദ്ദേഹം മരിക്കുന്നതിന് ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് അന്ന് തിരുവനന്തപുരത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ഹുമയൂൺ കബീർ വരികയാണ്. ഹുമയൂൺ കബീറിന് അദ്ദേഹം തിരുവനന്തപുരത്ത് ഇന്നുണ്ടാവും ഹോട്ടൽ, മസ്കറ്റ് ഹോട്ടൽ. അവിടെയാണ് പ്രഗത്ഭർക്കൊക്കെ സ്വീകരണം കൊടുക്കുക. ആ മസ്കറ്റ് ഹോട്ടലിൽ ഒരു സ്വീകരണം കൊടുത്തു, ഒരു ചായ സൽക്കാരം, സ്പീക്കർ ഒരു ചായ സൽക്കാരം കൊടുക്കുകയാണ്. ആ ചായ സൽക്കാരത്തിനിടെ സീതി സാഹിബ് പറഞ്ഞതാണ്, മിസ്റ്റർ കബീർ, ബഹുമാന്യനായ മിനിസ്റ്റർ, ഈ സമുദായത്തിന് അങ്ങൊരു ഉപകാരം ചെയ്യണം. എന്താണ് ഉപകാരം? ഞങ്ങൾക്കൊരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കണമെന്ന്. പോളിടെക്നിക് 1961 അഭിനന്ദനായ സീതി സാഹിബ് ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു അപ്ലിക്കേഷൻ തന്നോളൂ, ഞാൻ പരിഗണിക്കാം, വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാം എന്ന് പറഞ്ഞു. നിങ്ങൾ കാര്യമായി ശ്രമിക്കണം എന്ന് പറഞ്ഞു. ഈ പോളിടെക്നിക് എവിടെ ഉണ്ടാക്കും? ഒരു ഓർഗനൈസേഷൻ വേണ്ട, ഒരു അപ്ലിക്കേഷൻ കൊടുക്കാൻ. കൊച്ചിയിലെ മുസ്ലിം വിദ്യാഭ്യാസ സംഘം എന്ന പേരിൽ സീതി സാഹിബ് ഉണ്ടാക്കിയ ആ സംഘത്തിൻ്റെ പേരിൽ അപ്ലിക്കേഷൻ കൊടുത്തു. ആ അപ്ലിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് അദ്ദേഹം പോളിടെക്നിക് അനുവദിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഈ ഉണ്ടാക്കാനുള്ള സ്ഥലം വേണമല്ലോ, അത് എവിടെ ഉണ്ടാക്കും എന്നുള്ളതാണ്. അന്ന് ഞങ്ങൾ തിരൂരിലെ MLA അന്ന് ബാവഹാജിയാണ്, കുഞ്ഞി മൊയ്തീൻ എന്ന ബാവഹാജി. പിന്നീട് കേരള നിയമസഭാ സ്പീക്കർ ആയതുകൊണ്ട് അദ്ദേഹം ചരിത്രത്തിൽ സ്പീക്കർ ബാവഹാജി എന്നാണ് അറിയപ്പെടുക. ഈയിടെ മരണപ്പെട്ട മുസ്ലിം ലീഗിലെ ഏറ്റവും പ്രഗത്ഭനായ നേതാവ് അഭിനന്ദനായ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ്, മുൻ മന്ത്രി, അദ്ദേഹത്തിൻ്റെ വാപ്പയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് സെയ്താലിക്കുട്ടി മാസ്റ്റർ. സെയ്താലിക്കുട്ടി മാസ്റ്റർ എന്ന് പറഞ്ഞാൽ മാഷൊന്നുമല്ല, താനൂർ കടപ്പുറത്ത് അന്ന് പോക്കറ്റിൽ പേന വെച്ചാൽ മാഷെന്ന് വിളിക്കുക, അങ്ങനത്തെ മാഷാണ്. ആ നാട്ടിൻ്റെ നവോത്ഥാന നായകരിൽ പ്രഗത്ഭനാണ് സെയ്താലിക്കുട്ടി മാസ്റ്റർ. ആ സെയ്താലിക്കുട്ടി മാസ്റ്ററും ബാവാജിനി അഭിനന്ദനായ സീതി സാഹിബ് വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നമുക്കൊരു സ്ഥലം കിട്ടണമല്ലോ, ഈ കോളേജ് ഉണ്ടാക്കാൻ, ഒരു പോളിടെക്നിക് ഉണ്ടാക്കാൻ സ്ഥലം കിട്ടണമല്ലോ. അങ്ങനെ ഒരു സ്ഥലം സംഘടിപ്പിക്കാൻ ഇറങ്ങി. ഞങ്ങളെ പ്രദേശത്ത് പണ്ട് ഈ മുസ്ലിം ലീഗിൻ്റെ ചരിത്ര രേഖകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ അഷ്റഫ് തങ്ങൾ സമാഹരിച്ചൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലൊരു പഴയ കാലത്തെ സമ്മേളനത്തിൻ്റെ നോട്ടീസ് ഉണ്ട്. ആ നോട്ടീസ് എങ്ങനെയാണെന്നറിയോ? ആ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നവരെ ഫോട്ടോ കൊടുത്ത് താഴെ സമ്മേളനത്തിൽ മൈക്കുണ്ടായിരിക്കും എന്നുണ്ട്. പണ്ടത്തെ കല്യാണത്തിൽ ട്യൂബ് ലൈറ്റ് ഉണ്ടായിരിക്കും എന്ന് കല്യാണക്കത്തിനുണ്ടാവും അത്രേ. അപ്പോൾ കല്യാണത്തിന് ട്യൂബ് ലൈറ്റ് ഉണ്ടായിരിക്കും എന്ന് അച്ചടിച്ചു വരുന്ന കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ട് ജനറേറ്റർ ഉപയോഗിച്ച് ട്യൂബ് ലൈറ്റ് കത്തിച്ച ഒരാളുണ്ടായിരുന്നു, കോസ്മോസ് മൂസാക്ക എന്ന് പറയും. വലിയ പരീക്ഷണമാണത്, ജനറേറ്റർ ഉപയോഗിച്ച് അന്ന് ട്യൂബ് ലൈറ്റ് എത്തിക്കാന്ന്. ആ മനുഷ്യൻ ആ പരീക്ഷണമൊക്കെ നടത്തിയപ്പോൾ വല്ലാതെ കടം വന്നുപോയി. അദ്ദേഹത്തിൻ്റെ ബാങ്ക് ജപ്തി ചെയ്യാൻ നിന്നൊരു കൊപ്രകളുണ്ടായിരുന്നു. ആ
ആ കൊപ്രക്കളത്തിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ അത് ഏറ്റെടുത്തിട്ട് ആ ജപ്തി നടപടിയൊക്കെ ഒഴിവാക്കി കൊടുത്ത് അത് ഏറ്റെടുത്തിട്ട് ആ കൊപ്രക്കളത്തിൽ അവരൊരു പോളിടെക്നിക് ഉണ്ടാക്കി. 1961 ഹൈസ്കൂളില്ലാത്ത നാട്ടിൽ ഒരു പോളിടെക്നിക്. ആ പോളിടെക്നിക്കാണ് പ്രിയമുള്ളവരെ മലബാറിലെ ആദ്യത്തെ പോളിടെക്നിക്. ആ പോളിടെക്നിക് അനുവദിച്ചപ്പോൾ അഭിവന്ദനായ സീതി സാഹിബ് മരണപ്പെട്ടതുകൊണ്ട് ആ പോളിടെക്നിക്കിന് ഇന്നെൻ്റെ പേര് സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് എന്ന പേരിൽ അദ്ദേഹം അതിന്നും നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സ്ഥാപനങ്ങളെല്ലാം ഉണ്ടാക്കിയത് എന്തിനാണെന്നറിയോ? അടുത്ത 10-40 കൊല്ലത്തിനപ്പുറത്ത് ജീവിക്കുന്ന തലമുറക്കകത്ത് വല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന ബോധ്യത്തിൻ്റെ പുറത്താണ്. നമ്മുടെ വളർച്ചയുടെ ആഴങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഞാൻ എൻ്റെ സഹോദരിമാരുണ്ടായതുകൊണ്ട് വളരെ സുദീർഘമായി സംസാരിക്കാതെ ചില സൂചകങ്ങൾ മാത്രം പറയാം. നമ്മൾ എവിടുന്നാണ് വന്നത്? നമ്മുടെ വളർച്ചയുടെ തോതെന്താണ്? നമ്മൾ ഇന്നലത്തെ ഗൾഫ് പണത്തിൻ്റെ പ്രൗഢിയിൽ നമ്മുടെ ഇന്നലകളുടെ ഈ തളർച്ചയുടെ ആഴത്തെ പറ്റി പരിശോധിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ ബ്രിട്ടൻ അടിച്ചമർത്തിപ്പോയവരുടെ പിന്മുറക്കാരാണ് നമ്മൾ. ബ്രിട്ടീഷുകാർ തകർത്തു തരിപ്പണമാക്കിയവരുടെ പിന്മുറക്കാരാണ് നമ്മൾ. മമ്പുറത്തെ തങ്ങൾ എന്ന് കേട്ടിട്ടില്ലേ? മമ്പുറത്തെ തങ്ങൾ സയ്യിദ് അലവി തങ്ങൾ മൗലദ്ദവീല. മമ്പുറത്തെ തങ്ങളെപ്പോലെ സൗന്ദര്യമുള്ളൊരു തങ്ങൾ പിന്നീട് ജനിച്ചിട്ടില്ല എന്ന അഭിപ്രായമുള്ളവരുണ്ട്. മമ്പുറത്തെ തങ്ങളെപ്പോലെ തസവുഫുള്ള ഒരു നാട് കുതുബുസ്സമാൻ എന്ന് വിളിച്ച മഹാപ്രതിഭാശാലിയായ മമ്പുറത്തെ തങ്ങൾ 92ാമത്തെ വയസ്സിലാണ് മമ്പുറത്തെ തങ്ങൾ വഫാത്താകുന്നത്. മമ്പുറത്തെ തങ്ങൾ വഫാത്താകാനുള്ള കാരണം എന്താണെന്നറിയോ? കാരണങ്ങളിൽ ഒന്ന്, ബ്രിട്ടനെതിരെ ചേറൂർ പടയിൽ യുദ്ധത്തിൽ പങ്കെടുത്തപ്പോൾ ഏറ്റ മുറിവുകളിൽ ഒന്നാണ് മമ്പുറത്തെ തങ്ങളുടെ വഫാത്തിൻ്റെ കാരണങ്ങളിൽ ഒന്ന്. അദ്ദേഹത്തിൻ്റെ സമകാലികനും ആത്മീയ ശിഷ്യനുമായ വെളിയങ്കോട്ടെ കാക്കത്തറയിൽ കാലിയാരകത്ത് ഉമർ ഖാലി എന്ന് കേട്ടിട്ടില്ലേ? ഉമർ ഖാലി ബ്രിട്ടനെതിരെ സമരം ചെയ്ത് 3 മാസം ചാവക്കാടും 3 മാസം കോഴിക്കോടും ജയിൽവാസം അനുഭവിച്ച ആളാണ്. മമ്പുറത്തെ തങ്ങൾക്കും വെളിയങ്കോട്ട് ഉമർ ഖാലിക്കും ശേഷം മലബാറിലെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ നേതാക്കളിൽ 95% ആൾക്കാർക്ക് ഖബറില്ല. ഖബറുണ്ടെങ്കിൽ അത് മലബാറിന് പുറത്താണ്. മമ്പുറത്തെ തങ്ങൾക്ക് ഒരു മകനാണ്, ഒറ്റ മകൻ. ആ മകൻ്റെ പേരെന്താണ്? സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളാണ്. ഫസൽ പൂക്കോയ തങ്ങൾ ബ്രിട്ടനെതിരെ സമരം ചെയ്യാൻ പ്രേരിപ്പിച്ചു. ഈ നാട്ടിൽ അന്ന് സൈഫുൽ ബത്താർ എന്ന പുസ്തകം എഴുതി ബ്രിട്ടനെതിരെ യുദ്ധം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്ത അഭിവന്ദനായ ഫസൽ പൂക്കോയ തങ്ങളെ ബ്രിട്ടീഷുകാർ ബുദ്ധിപരമായി കൈകാര്യം ചെയ്തു. ഹജ്ജിനുണ്ടായി, മക്കത്തേക്ക് നടന്നുപോയി ഹജ്ജിന് പോകുന്ന കാലത്ത് കപ്പലിൽ ഹജ്ജിനുണ്ടായി, ഉരുവിൽ ഹജ്ജിനുണ്ടായി. ഹജ്ജ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് നാടുകടത്തലാണെന്ന്. അദ്ദേഹം തുർക്കിയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. തുർക്കിയിലെ ഉസ്താംബൂളിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. മമ്പുറത്തെ തങ്ങൾക്ക് ഒറ്റ മകനുള്ളൂ. ആ മകൻ ഇവിടുന്ന് നാടുകടത്തി. അദ്ദേഹം തുർക്കിയിലെ അന്നത്തെ ഖിലാഫത്ത് ഭരണകൂടത്തിലെ ഉപദേശകനും ഗവർണറും ഒക്കെ ആയമാണ്. ഒരുപാട് പഠനങ്ങൾ അദ്ദേഹത്തെ പറ്റിയിട്ടുണ്ട്. മമ്പുറത്തെ തങ്ങളെ മകനെ നാടുകടത്തിയപ്പോൾ നമ്മുടെ നാട്ടിൽ അന്ന് ബ്രിട്ടീഷ് കലക്ടറുടെ പേര് HV കനോലി എന്നാണ്. ഇവിടെ ഒരു കനോലി കനാൽ എന്നൊക്കെ പറഞ്ഞ് കടലിന് സമാന്തരമായി ഒരു പുഴ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ കൂടി ഉണ്ട് കനോലി കനാൽ. അതുണ്ടാക്കിയത് അയാളുടെ പേരിലാണ്, കനോലി സാഹിബിൻ്റെ പേരിലാണ്. അയാളെ വീട്ടിൽ കലക്ടർ ബംഗ്ലാവിൽ ബാക്ക് കൂടി ഇരച്ച് കയറിയിട്ട് കലക്ടറും ഭാര്യയും കൂടി വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ കലക്ടർ ഇരിക്കുന്ന സോഫൻ്റെ ബാക്ക് കൂടി വാള് കയറ്റിയിട്ട് മലബാറിലെ മാപ്പള മലബാറിൻ്റെ ജില്ലാ കലക്ടർ കൊന്നുകളഞ്ഞു. ഞങ്ങളെ മമ്പുറത്ത് തങ്ങളെ നാട് കടത്തിയതിനാണ്. അത്രയും പ്രധാനം. അന്ന് 39,000 രൂപ പിരിച്ചെടുത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് 30,000 രൂപ നഷ്ടപരിഹാരം കൊടുത്തതായി ചരിത്രത്തിൽ കാണാം. മമ്പുറത്ത് തങ്ങളുടെ മകനെ നാട് കടത്തിയപ്പോൾ നമ്മൾ ഈ പാണക്കാട്ട് തങ്ങന്മാർ എന്ന് അവർ ഇന്നലെ വന്നവരൊന്നുമല്ല. പാണക്കാട്ട് തങ്ങന്മാർ പ്രധാനപ്പെട്ട ആളുകളാണ്. പാണക്കാട്ട് തങ്ങന്മാരുടെ പ്രത്യേകത എന്താണ്? പാണക്കാട്ട് തങ്ങന്മാർ ഈ കണ്ണൂർ വളപ്പട്ടണത്താണ് അവർ ആദ്യം വന്നത്. വളപ്പട്ടണത്ത് വന്ന് താമസിച്ച 2 സഹോദരങ്ങൾ, ഒരു വാപ്പി 2 മക്കളും. ആ മക്കളിൽ ഒരാൾ വളരെ പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു. അദ്ദേഹം എവിടുന്ന കല്യാണം കഴിച്ചതെന്ന് പറയും? കണ്ണൂർ അറക്കൽ രാജകുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചു. ഈ അറക്കൽ രാജകുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചാൽ ഇവിടെ മരുമകൻ എന്താ വിളിക്കുക? ഞങ്ങളുടെ നാട്ടിൽ അളിയാക്കാന്നൊക്കെ വിളിക്കും. അങ്ങനെ വിളിക്കുക, അളിയാക്കാന്ന് ഇവിടെ വിളിക്കാറുണ്ട്. ഇവിടെ എന്താ വിളിക്കാറ്? മരുമകനെ പുയ്യാപ്പിള എന്ന് വിളിക്കാറുണ്ട്. അറക്കൽ രാജകുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ച് പുയ്യാപ്പിള അവിടെ താമസിക്കണം. അവിടെ പുയ്യാപ്പിളയ്ക്ക് ഇളയാന്ന് പറയാം. അവിടെ താമസിക്കണം. മരുമക്കത്തായ സിസ്റ്റമാണ്. പക്ഷെ ആദ്യമായി അറക്കൽ രാജകുടുംബത്തിൽ നിന്ന് ഏക മുസ്ലിം രാജകുടുംബമായ
അറക്കൽ രാജകുടുംബത്തിൽ നിന്ന് മൂപ്പര് കല്യാണം കഴിച്ച് അവിടെ താമസിച്ചില്ല. അദ്ദേഹം അത് ബ്രേക്ക് ചെയ്ത് കോഴിക്കോട്ട് ഇടിയങ്ങരയിൽ വന്ന് താമസിച്ചു. ആ ഇടിയങ്ങരയിൽ അദ്ദേഹം താമസിച്ച ആ വീടിൽ നിൽക്കുന്ന സ്ഥലത്തിന് ഇളയൻ്റെ തൊടി എന്നാണ് പേര്. അദ്ദേഹം അവിടെ ഒരു പള്ളി ഉണ്ടാക്കി. ആ പള്ളിയുടെ പേര് ഇളയൻ്റെ മസ്ജിദ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ മകൻ, അവിടെ താമസിച്ച അദ്ദേഹത്തിൻ്റെ മകൻ, കോഴിക്കോട്ടെ കാളിമാരെല്ലാവരും ഈ പാണക്കാട് നിന്നുള്ളവരാണ്. നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. കോഴിക്കോട്ടെ കാളിമാരെല്ലാവരും ഏകദേശം 11ഓളം കാളിമാർ ഇതുവരെ പാണക്കാട്ടെ കുടുംബത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പാണക്കാട് നാസർ ഹയ്യി ശിഹാബ് തങ്ങളാണ് കോഴിക്കോട്ടെ വലിയ കാളി. അദ്ദേഹത്തിൻ്റെ മുമ്പ് മുഹ്സിൻ തങ്ങളുണ്ടായിരുന്നു. അതിനു മുമ്പ് പാണക്കാട്ടെ പ്രഗത്ഭ പണ്ഡിതനും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വലിയ നേതാവും ഖുർആൻ പരിഭാഷകനുമായ ഇമ്പിച്ചിക്കോയ തങ്ങൾ വളരെ പ്രഗത്ഭനായി 19 കൊല്ലക്കാലം കോഴിക്കോട്ടെ കാലി സ്ഥാനത്തിരുന്ന ആളാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പാണക്കാട് ഈ ഇളയൻ്റെ തൊടിയിൽ താമസിച്ച തങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് പാണക്കാട് സയ്യിദ് മുഹ്ലാർ ശിഹാബുദ്ദീൻ തങ്ങൾ എന്നാണ്. അദ്ദേഹം മലപ്പുറത്ത് വന്ന് അദ്ദേഹം താമസിച്ചു. അദ്ദേഹത്തിൻ്റെ വീട് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഖബറിടമുള്ളത് മലപ്പുറം പടയിൽ അന്തരിച്ച ശുഹദാക്കളുടെ പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ ഖബറിടമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനാണ് ആദ്യത്തെ പാണക്കാട്ടെ തങ്ങൾ. ഇദ്ദേഹം മകനെ പാണക്കാട്ടേക്ക് പറഞ്ഞു വെച്ചു. പാണക്കാട് സയ്യിദ് ഹുസൈൻ ശിഹാബുദ്ദീൻ ആറ്റക്കോയ തങ്ങൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആദ്യത്തെ പാണക്കാട്ടെ തങ്ങൾ. അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യണമെന്ന് പറഞ്ഞു. മമ്പർത്ത് തങ്ങളുടെ മകൻ ഫസൽ പൂക്കോയ തങ്ങളുടെ ശിഷ്യനും സുഹൃത്തുമാണ് ഇദ്ദേഹം. അപ്പോൾ മമ്പർത്ത് തങ്ങളുടെ മകനെ നാട് കടത്തിയപ്പോൾ പിന്നീട് ഇദ്ദേഹമായി നേതാവ്. ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തെയും പിടിച്ച് നാട് കടത്തി. അപ്പോൾ ആദ്യത്തെ പാണക്കാട്ടെ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് പാണക്കാടല്ല, വെല്ലൂരില്ല, തമിഴ്നാട് വെല്ലൂർ ജയിലിൻ്റെ 4 കിലോമീറ്റർ അപ്പുറത്തുള്ളൊരു പള്ളിയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇവിടെ നാട് കടത്തിയതാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ്, ആദ്യത്തെ പാണക്കാട്ടെ തങ്ങളുടെ മകനാണ് ഹുസൈൻ ശിഹാബുദ്ദീൻ ആറ്റക്കോയ തങ്ങളുടെ മകനാണ് പാണക്കാട്ടെ കോയഞ്ഞിക്കോയ ശിഹാബുദ്ദീൻ തങ്ങൾ എന്ന് പറയും. ആ കോയഞ്ഞിക്കോയ ശിഹാബുദ്ദീൻ തങ്ങളുടെ മകനാണ് PMSA പൂക്കോയ തങ്ങൾ, പാണക്കാട്ടെ PMSA പൂക്കോയ തങ്ങൾ. PMSA പൂക്കോയ തങ്ങളുടെ വാപ്പ കോയഞ്ഞിക്കോയ തങ്ങൾ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. അപ്പോൾ പൂക്കോയ തങ്ങൾക്ക് അന്ന് 6 വയസ്സുള്ളൂ. പൂക്കോയ തങ്ങളെയും പെങ്ങളൊക്കെ വളർത്തിയത് പിന്നീട് ആരാന്നറിയോ? അദ്ദേഹത്തിൻ്റെ അനിയനായ പാണക്കാട്ടെ അലി ശിഹാബുദ്ദീൻ തങ്ങളാണ്. അലി ശിഹാബുദ്ദീൻ തങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അലി ശിഹാബുദ്ദീൻ തങ്ങൾക്ക് 2 കണ്ണും കാണൂലായിരുന്നു. രണ്ടാമത് അദ്ദേഹത്തിന് സന്താന സൗഭാഗ്യം ഉണ്ടായിരുന്നില്ല. പാണക്കാട് കുടുംബം കണ്ട ഏറ്റവും പ്രഗത്ഭനായ, അത്രമേൽ തസവുഫുള്ള ഒരാൾ അതിനു മുമ്പോ ശേഷമോ പാണക്കാട് കുടുംബത്തിൽ ജനിച്ചിട്ടില്ല. ഈ അലി ശിഹാബുദ്ദീൻ തങ്ങളാണ് പൂക്കോയ തങ്ങളുടെ ഗുരു. പൂക്കോയ തങ്ങളുടെ ആത്മീയ ജ്ഞാനം, ഈ ചികിത്സാ രീതികൾ, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, അത് ഈ അലി ശിഹാബുദ്ദീൻ തങ്ങളുടെ അകക്കണ്ണിലെ വെളിച്ചമാണ്. ഈ അലി ശിഹാബുദ്ദീൻ തങ്ങൾ വഫാത്താകുമ്പോൾ ഒരു വസിയത്ത് കൂടി എഴുതി വെച്ചു. പൂക്കോയ തങ്ങളുടെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? PMSA പൂക്കോയ തങ്ങൾ എന്നാണ്. പുതിയ മാളിയേക്കൽ സയ്യിദ് അഹമ്മദ് പൂക്കോയ തങ്ങൾ എന്നാണ്. PMSA പൂക്കോയ തങ്ങളുടെ വീട് പുതിയ മാളിയേക്കൽ വീടാണ്. എന്നാൽ കൊടപ്പനക്കൽ വീട്ടിൽ താമസിച്ച അലി ശിഹാബുദ്ദീൻ തങ്ങൾ പറഞ്ഞത്, ഞാൻ വഫാത്തായാൽ എൻ്റെ കൊടപ്പനക്കൽ വീട് എൻ്റെ പൂക്കോയ കുട്ടിക്ക് കൊടുക്കണം എന്നാണ്. അങ്ങനെയാണ് പൂക്കോയ തങ്ങൾ കൊടപ്പനക്കൽ വീട്ടിൽ താമസിക്കുന്നത്. പൂക്കോയ തങ്ങളുടെ ഗുരുവായ അലി ശിഹാബുദ്ദീൻ തങ്ങളുടെ പേര് പൂക്കോയ തങ്ങൾ മറന്നുപോയില്ല. പൂക്കോയ തങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ എല്ലാ മക്കൾക്കും അലി എന്ന് പേരിട്ടു. മുഹമ്മദ് അലി, ഉമർ അലി, ഹൈദർ അലി, അബ്ബാസ് അലി, സാദിഖ് അലി, സിദ്ദീഖ് അലി. പാണക്കാട് തങ്ങന്മാരുടെ പേരുടെ അലി എന്നില്ല. ഈ അലി ശിഹാബുദ്ദീൻ തങ്ങളുടെ ഓർമ്മക്കാണ്. ഈ അലി ശിഹാബുദ്ദീൻ തങ്ങളുടെ മകനാണ് ഈ പൂക്കോയ തങ്ങൾ. പൂക്കോയ തങ്ങളുടെ മക്കളാണ് ഇപ്പോൾ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള നമ്മുടെ അന്തരിച്ചു പോയ ഹൈദർ അലി ശിഹാബ് തങ്ങളും ഉമർ അലി ശിഹാബ് തങ്ങളും. അവരുടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, സിദ്ദീഖ് അലി ശിഹാബ് തങ്ങൾ. ആദ്യമായി അദ്ദേഹമാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ അനിയനാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഞാൻ പറഞ്ഞു വന്നത്, പാണക്കാട്ടെ കുടുംബം, പാണക്കാട്ടെ ഹുസൈൻ ശിഹാബുദ്ദീൻ ആറ്റക്കോയ തങ്ങൾ എന്ന് പറയുന്ന ആദ്യത്തെ പാണക്കാട്ടെ തങ്ങളെ ഈ നാട് കടത്തി. പിന്നീടൊരു ഓഫീസർ വന്നു ഇവിടേക്ക്. ആ ഓഫീസറുടെ പേര് ജോർജ് ആർദണർ ക്നാപ്പ് എന്നാണ്. അയാൾ വന്നിട്ട് പറഞ്ഞു, ഈ മാപ്പിളാർ ഭയങ്കര അപകടകാരികളാണ്, ഈ മാപ്പിളാരെ പിടിക്കാനൊരു പ്രത്യേക നിയമം ഉണ്ടാക്കണം. ആ നിയമമാണ് മാപ്പിള ഔട്ട്റേസേജ് ആക്ട്. ഈ മാപ്പിള ഔട്ട്റേസേജ് ആക്ട് പ്രകാരം ഈ മുസ്ലിങ്ങൾ മാത്രമാണ് മാപ്പിള നിങ്ങൾ കരുതരുത്. ഈ നാട്ടിലെ ഈഴവരും മാപ്പിളമാരെന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ട്. MP നാരായണ മേനോൻ എന്ന് പറഞ്ഞാൽ MP നാരായണ മേനോനെ ബ്രിട്ടീഷുകാർ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യ സമരത്തിൽ
ഏറ്റവും കൂടുതൽ ജയിലിൽ കിടന്ന ആളുടെ പേരാണ് MP നാരായണ മേനോൻ. മൂപ്പര് പേരെന്തായിരുന്നു അറിയോ വിളിച്ചിരുന്നു ബ്രിട്ടീഷുകാർ? മാപ്പിള മേനോൻ. മൂപ്പര് ജയിലിലടക്കാനുള്ള 3 കാരണം എന്താണെന്നറിയോ? 1 പള്ളിക്കൽ പ്രസംഗിച്ചു, 2 മാപ്പിള വേഷം ധരിച്ചു, 3 ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തു. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് വിചാരണ വേളയിൽ K മാധവൻ നായരാവട്ടെ, MP KP കേശവ മേനോനാവട്ടെ, ഇവരൊക്കെ ഏത് വാര്യംകുന്നൻ അങ്ങനെ ഒരാളെ ഞങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ധീര സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന് പ്രഖ്യാപിച്ച മനുഷ്യൻ്റെ പേരാണ് MP നാരായണ മേനോൻ. ആ നാരായണ മേനോൻ ഉൾപ്പെടെ MP നാരായണ മേനോൻ അറസ്റ്റ് ചെയ്ത നിയമമാണ് മാപ്പിള ഔട്ട്റേസേജ് ആക്ട്. രണ്ടാമത് ഈ മാപ്പിളാരെ പിടിക്കാൻ ഒരു പോലീസ് വേണം. അതാണ് MSF എന്നതിന് പറയും. MSF മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നല്ല, ആ MSF ആണ് മലബാർ സ്പെഷ്യൽ ഫോഴ്സ്. അതാണ് പിന്നീട് MSP ആയി മാറിയത്. മൂന്നാമത് പറഞ്ഞു ഈ മാപ്പിളാരെ നാട് കടത്താനൊരു സ്ഥലം വേണം. ആ സ്ഥലമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. കാലാപ്പാനി സെൽജോയിലൊക്കെ ഉള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. നിങ്ങൾ കോഴിക്കോട് കടലാടം പോയിക്കില്ലേ? കോഴിക്കോട് ബീച്ചുണ്ട്, ചാലിയത്ത് ബീച്ചുണ്ട്, ഞങ്ങളെ പ്രദേശത്ത് പരപ്പനങ്ങാടി ബീച്ചുണ്ട്, താനൂർ ബീച്ചുണ്ട്, പൊന്നാനി ബീച്ചുണ്ട്. നിങ്ങൾ മൊബൈലിൽ ഗൂഗിൾ എടുത്തിട്ട് വണ്ടൂർ ബീച്ച് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. വണ്ടൂർ ബീച്ച്. വണ്ടൂർ ഏറനാട്ടിലൊരു ഗ്രാമമാണ്. വണ്ടൂർ എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട്. അത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ്. കാലിക്കറ്റ് മസ്ജിദുണ്ട്. ഈ നാട്ടിലെ ഗ്രാമങ്ങളുടെ പേരുണ്ട്. ഈ ഓഫീസറുടെ ഈ നിയമം കൊണ്ടുവരാൻ നടപ്പിലാക്കിയ ഓഫീസറുടെ പേരാണ് ജോർജ് ആർദനർ ക്നാപ്പ്. നിലമ്പൂരും ഏറനാട് ഭാഗത്തൊക്കെ ഈ പ്രസംഗിക്കാനൊക്കെ ഏറ്റെടുത്തിട്ട് നമ്മൾ നേരം വൈകി പോയ ആൾക്കാർ പറയും ആളെ ക്നാപ്പാക്കരുതിട്ടോ. ക്നാപ്പൻ എന്ന വാക്ക് ഉണ്ടായത് അങ്ങനെയാണ്. ആ ക്നാപ്പന്മാരോട് പോയി പറഞ്ഞാണെന്നൊക്കെ പറയാം. അത് ഈ ഓഫീസറുടെ പേരുന്നേ ഈ ജോർജ് ആർദനർ ക്നാപ്പ് വിചാരിച്ചിട്ട് ഞങ്ങളൊന്നും ആക്കാൻ കഴിഞ്ഞില്ല എന്നതിൽ നിന്നാണ് മാപ്പിള ഉണ്ടാക്കിയതാണ്. അവരുടെ ഈ നാട് കടത്തപ്പെട്ടൊരു തലമുറ ഉണ്ടായിരുന്നു. വാര്യംകുന്നത്ത് മൊയ്തീൻ കുട്ടി ഹാജിയെ പോലത്തെ ആളുകൾ. ആ തലമുറയെ നാട് കടത്തിയപ്പോൾ അവരെ മക്കളിറങ്ങി. ഞാൻ ചുരുക്കി പറയാം. കടലോര പ്രദേശങ്ങളുടെ നേതാവ് ഉമ്മൈത്താനകത്ത് പരീക്കുട്ടി മുസ്ലിയാർ, ആലി മുസ്ലിയാർ, ലവക്കുട്ടി, കുഞ്ഞലവി, വടക്കുകൂട്ടിൽ മുഹമ്മദ്, കുഞ്ഞിത്തങ്ങൾ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ്, കുമരമ്പത്തൂർ സീതിക്കോയത്തങ്ങൾ, ഇനി ഇങ്ങോട്ട് വന്നാൽ കൊന്നാര് തങ്ങന്മാർ, ഈ ചാലിയാർ പുഴക്കപ്പുറത്ത് കൊടുവള്ളി അബൂബക്കർ മുസ്ലിയാരെന്നും താമരശ്ശേരി അബൂബക്കർ മുസ്ലിയാരെന്നും പേരുള്ള പാലക്കാന്തൊടിക അബൂബക്കർ മുസ്ലിയാർ ഈ നാട്ടിൻ്റെ 21 മഹല്ലത്തിൻ്റെ കാളിയായിരുന്നു. ഈ മനുഷ്യന്മാർ, ഈ പറഞ്ഞ മനുഷ്യന്മാരില്ലേ, ഈ മനുഷ്യന്മാരുടെ ഒരു ഖബർ എവിടെയെന്ന് ആർക്കും അറിയില്ല. പാലക്കാന്തൊടിക അബൂബക്കർ മുസ്ലിയാർ നിങ്ങളുടെ നാട് കണ്ട ഏറ്റവും പ്രഗത്ഭനായ സ്വാതന്ത്ര്യ സമര സേനാനിയല്ലേ? എൻ്റെ മരണം ഒരു റമദാനിലാവണമെന്ന് ഭാര്യക്കയച്ച അദ്ദേഹത്തിന് കത്ത് വായിച്ച കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്നു. അത്രയും വലിയ ധീര സ്വാതന്ത്ര്യ സമര സേനാനി. ആ മനുഷ്യൻ്റെ കബറിനോടാന്ന് പോലും ഈ കൊടുവള്ളിക്കാർക്കോ ഈ ചുറ്റത്തുള്ളവർക്കോ അറിയില്ല. നിങ്ങൾ ഈ നടമ്മൽ പോയിലും പരപ്പൻ പോയിലും കൊടുവള്ളിയിലും ഒക്കെ പട്ടാളം ഇറങ്ങിയിട്ടില്ലേ? താമരശ്ശേരിയിൽ പട്ടാളം ഇറങ്ങിയിട്ടില്ലേ? ഗിൻ കച്ചിൻ കാട്ടുജാതി സേന ക്യാമ്പ് ചെയ്ത നാടാണത്. ഗിൻ കച്ചിൻ കാട്ടുജാതി സേനയെ പറ്റി പറയപ്പെടുന്നത് ആനയെ കണ്ടിട്ട് വെടിവെച്ച് കൊന്ന് കറി വെച്ച് കഴിച്ച കാട്ടുജാതി സേന. ആ ക്യാമ്പ് ചെയ്ത നാടുകളിലേക്ക് ഒരാളും വന്നില്ല. മാപ്പിളമാരെ സമരത്തിന് ഇറക്കി വിട്ട മനുഷ്യരാരും അവരെ സഹായിച്ചില്ല. ഗാന്ധിജി പോലും തള്ളിപ്പറഞ്ഞു. കുമാരനാശാൻ ക്രൂരർ മുഹമ്മദിയർ എന്ന് നമ്മളെ വിളിച്ചു. ആരും നോക്കാനില്ലാത്ത ഈ മാപ്പിള സമുദായമില്ലേ, എഴുതാനും വായിക്കാൻ അറിയാത്ത മാപ്പിള സമുദായം, അവർക്കിടയിലേക്ക് തലമ്മത്തട്ടി, കോളറ, വസൂരി എന്നൊക്കെ പറഞ്ഞ അസുഖം വന്നു. കൂട്ടം കൂട്ടമായി ആളുകൾ മരിച്ചൊടുങ്ങി. ദണ്ണം വസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദിരീങ്ങളെ ബർക്കത്തിനാളിലൊക്കെ അന്നിറങ്ങിയതാണ്. നാട് മുഴുവൻ വ്യാധികൾ പിടിച്ച ആളുകൾ മരിച്ചൊടുങ്ങി. ഈ നാട്ടിൽ ഒരു വശത്ത് നാട് കടത്തപ്പെട്ട മനുഷ്യർ, അവരുടെ മക്കൾ കോളറ ബാധിച്ച് മരിച്ചൊടുങ്ങിയ മക്കൾ. ഈ മക്കളെ സംരക്ഷിക്കാൻ ആരുണ്ട്? അഭിവന്ദനായ സീതി സാഹിബിന്റെ കത്ത് വായിച്ച് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കലക്ടർക്ക് എഴുതിയ കത്ത് പ്രസിദ്ധീകരിച്ചു വന്നത് കണ്ട് സീതി സാഹിബിന്റെ കത്ത് വായിച്ചാണ് പഞ്ചാബിലെ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് മൗലാന ഹസൻ കസൂരി അദ്ദേഹത്തിന്റെ മകൻ അങ്ങോട്ട് പറഞ്ഞേക്കുന്നത്. അദ്ദേഹത്തിന്റെ മകനും സംഘവും 8 സ്ഥലത്ത് ക്യാമ്പുണ്ടാക്കി. നിങ്ങളുടെ സമീപ പ്രദേശത്തുൾപ്പെടെ ക്യാമ്പുണ്ടാക്കി. 25,000 ആളുകൾക്ക് 6 മാസക്കാലം വീതം അരി കൊടുത്തു. 1750 സ്ത്രീകൾക്കും കുട്ടികൾക്കും വസ്ത്രം കൊടുത്തു. 250 കുടിലുകൾ പുതുക്കി പണി കൊടുത്തു. 69 കുട്ടികളെ ആരും നോക്കാനില്ല. ആ 69 കുട്ടികളെ വെച്ച് അവർ യത്തീംഖാന തുടങ്ങി. ആ യത്തീംഖാനയുടെ പേരാണ് മദർ ഓർഫനേജ് എന്നറിയപ്പെടുന്ന കോഴിക്കോട്ടെ JDT. ഇന്ന് 28 സ്ഥാപനമുണ്ട് കോഴിക്കോട്ടെ JDTക്ക്. വെള്ളിമാട് കുന്നിലെ കോഴിക്കോട്ടെ JDT ഉണ്ടാകുന്നത് അങ്ങനെയാണ്.
നമ്മുടെ നാട്ടിൽ മുസ്ലിം ലീഗിന്റെ രണ്ടാമത്തെ ശാഖാ കമ്മിറ്റി ഏതാണ്? ഒന്നാമത്തെ ശാഖാ കമ്മിറ്റി തലശ്ശേരിയാണ്, രണ്ടാമത്തെ ശാഖാ കമ്മിറ്റി തിരൂരങ്ങാടിയാണ്. തിരൂരങ്ങാടി ശാഖാ കമ്മിറ്റിയുടെ ലെറ്റർ പേഡുണ്ട്, ഒരു കത്ത്. ആ ലെറ്റർ പേഡിൽ അഭിവന്ദനായ കെ എം മൗലവി സാഹിബാണ് അതിന്റെ പ്രസിഡന്റ്. കെ ഉമ്മർ മൗലവി സാഹിബാണ് തിരൂരങ്ങാടി ശാഖാ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി. അവർ തമ്മിൽ സംസാരിക്കുന്നു, നീ എന്തു ചെയ്യും റബ്ബേ, 100 ചില്ലാനും കുട്ടികളുണ്ട്, നമ്മൾ എങ്ങനെ പോറ്റാനാണ്? നമ്മൾ 2 കത്തയക്കാം. ഒന്ന് കോഴിക്കോട്ടെ JDT-യിലെ മുഹമ്മദ് മക്ബൂൽ സാഹിബിന്, രണ്ടാമത്തെ കത്ത് പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയുടെ സെക്രട്ടറി സൈദാലിക്കുട്ടി മാസ്റ്റർക്ക് എത്തിയ മക്കളെ സംരക്ഷിക്കാൻ സൗകര്യം ഒരുക്കണം. അന്ന് കോഴിക്കോട്ടെ JDT-യിൽ നിന്നൊരു കത്ത് മറുപടി വന്നു, എനിക്ക് ഈ സ്ഥലം ഒന്ന് കാണണം, ഞാനൊന്ന് അങ്ങോട്ട് വരാം. 2ാം ലോക മഹായുദ്ധമാണ്. 2 ട്രെയിനുള്ളൂ തെക്കോട്ട്, ഒന്ന് മെയിലാണ്, ഒന്ന് ലോക്കലാണ്. ലോക്കൽ ട്രെയിന് പുലർച്ചെ 3 മണിക്ക് എത്തുള്ളൂ. മെയിലിന് അവിടെ സ്റ്റോപ്പില്ല പരപ്പനങ്ങാടി. ലോക്കൽ ട്രെയിനിന് വരാം. പുലർച്ചെ 3 മണിക്ക് അങ്ങ് വരുമ്പോൾ അന്ന് ഉമ്മർ മൗലവി പറയുന്നത് മദ്രസയിൽ നിന്ന് 4 ഉറുപ്പിയാണ് ശമ്പളം. അന്ന് കാളവണ്ടിയോ കുതിരവണ്ടിയോ വിളിക്കണം, 10-13 കിലോമീറ്റർ പോവാണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. കാളവണ്ടിയോ കുതിരവണ്ടിയോ വിളിക്കാനുള്ള പൈസ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ ചൂട്ട് എത്തിച്ച് നടന്നുപോയി. പക്ഷെ മക്ബൂൽ സാഹിബ് അല്ല വന്നത്, മുഹമ്മദ് അസ്ലം എന്ന് പറയുന്നത് വാഴക്കാടുള്ള ഒരാളാണ്, JDT-യുടെ വാർഡൻ. അയാൾ വന്നപ്പോൾ ഞാൻ തല താഴ്ത്തി നോക്കി. കുറച്ച് അഭിമാനബോധമുള്ള ആളാണേ. തല താഴ്ത്തുന്നത് എന്താ അറിയോ? ഞാൻ അങ്ങയെ കൊണ്ടുപോകാൻ ഒരു വാഹനം കൊണ്ടുവന്നിട്ടില്ല, ചൂട്ട് കൊണ്ടുവന്നിട്ടില്ലേന്ന് ചോദിച്ചു. ആ ചൂട്ട് വീശി ഞങ്ങളിങ്ങനെ മൺപാതയിലൂടെ നടക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, റബ്ബേ 100 ചില്ലാൻ എത്തിയ മക്കളെ പോറ്റുന്ന കാര്യം സംസാരിക്കാനാണല്ലോ കയ്യിൽ 1 രൂപയില്ലാത്ത ഞങ്ങൾ പോകുന്നത്. അന്ന് ആ കത്ത് തന്ന ആളുകളുടെ യോഗം വിളിച്ചു. ആ യോഗത്തിൽ വെച്ച് അഭിവന്ദനായ മുഹമ്മദ് അസ്ലം സാഹിബ് പറഞ്ഞു, ഇവിടുത്തെ കുട്ടികളെ JDT കൊണ്ടുപോയാൽ പ്രായോഗികമല്ല. ഈ കുട്ടികൾക്ക് ഇവിടെ JDT-യുടെ ഒരു ശാഖയായിട്ട് ഇവിടെ ഒരു ഓർഫനേജ് ഉണ്ടാക്കാം. ആ ഓർഫനേജ് ഉണ്ടാക്കി ആ കുട്ടികളെ അവിടെ പഠിപ്പിക്കണം. അതിനുവേണ്ടി നിങ്ങൾ സ്ഥലം തന്നാൽ കെട്ടിടം ഞങ്ങൾ ഉണ്ടാക്കാം. 300 രൂപയാണ് ഈ റെത്തിങ്ങാന ഒരു 100 ചില്ലാൻ കുട്ടികളുടെ റൺ ചെയ്യാനുള്ള കോസ്റ്റ്. 250 റുപ്യ JDT തരാം, 50 റുപ്യ നാട്ടുകാരെ കോൺട്രിബ്യൂഷൻ നൽകി നിങ്ങൾ ഉണ്ടാക്കണമെന്ന്. അഭിവന്ദനായ മുസ്ലിം സമുദായത്തിൻ്റെ സമാദരണീയനായ നേതാവ് കെ എം മൗലവി സാഹിബ് തല താഴ്ത്തിയിരിക്കുന്നത് കണ്ടു. ഉമ്മർ മൗലവി പറയുന്നു, സദസ്സിലെ പലരും മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനും സദസ്സക്കും നോക്കിയില്ല, അസ്ലം സാഹിബിനും നോക്കിയില്ല, ഞാനിങ്ങനെ തല താഴ്ത്തി ഞാനും ഇരുന്നു. നോക്കിയാൽ ഈ പൈസ ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ള ഭയത്തിൽ. അന്ന് ആ സദസ്സിലൊരു മനുഷ്യൻ എണീറ്റെന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഖജാനയിൽ പണമുണ്ടെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം, ഞങ്ങളുടെ നാട്ടിൽ എത്തിങ്ങാൻ ഉണ്ടാക്കണം, ആ പൈസ ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം. മദ്രാസിലെ ഹോട്ടലാണ് പണി. ഹോട്ടലിൽ ഈ കൈകൊണ്ട് വേസ്റ്റ് തുടച്ചാണെങ്കിലും വേണ്ടിയില്ല, ആളുകളെ ഇരുത്തി വലിക്കുന്ന കൈവണ്ടി വലിച്ചാണെങ്കിലും വേണ്ടിയില്ല, ആ പൈസ ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം. എത്തിങ്ങാനുണ്ടാക്കിയ സ്ഥലമല്ലേ വേണ്ടത്, എൻ്റെ വീടും പറമ്പ് ഞാൻ വിട്ടുതരാം. ആ മനുഷ്യൻ്റെ പേരാണ് MK ഹാജി സാഹിബ്, 3 കണ്ടൻ അഹമ്മദ് ഹാജി സാഹിബ്. അങ്ങനെയാണ് തിരൂരങ്ങാടി എത്തിങ്ങാന മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുടെ കീഴിൽ 1942 ഡിസംബർ മാസം 10-ാം തീയതി ബാഫക്കി തങ്ങളുടെ അധ്യക്ഷതയിൽ മുസ്ലിം ലീഗിൻ്റെ അഭിനന്ദന മലബാർ ജില്ലാ പ്രസിഡന്റ് ഹാജി സാഖ് അബ്ദുസത്താർ സേട്ടു സാഹിബ് ഉദ്ഘാടനം ചെയ്തത്. ആ യത്തീങ്ങാനയിൽ ഒരുപാട് കുട്ടികൾ വന്നു, എല്ലാ മതത്തിലും കുട്ടികളുണ്ടായിരുന്നു. ചാക്കീരി അമ്മുട്ടി സാഹിബ് കൊണ്ടുവന്നാക്കിയ ഒരു കുട്ടി ഉണ്ടായിരുന്നു, രാമൻ അവിടെ പഠിച്ചു. വെള്ളിയാഴ്ച മുടിയെട്ടിക്കാൻ വരുമ്പോൾ MK ഹാജിയുടെ മുടിയെട്ടിക്കാൻ വരുമ്പോൾ രാമൻ്റെ ഈ മുടിവെട്ടിക്കും. രാമൻ പഠിച്ചു, ഫറൂഖ് കോളേജിൽ പഠിപ്പിച്ചു. പിന്നീട് രാമൻ മാസ്റ്ററായി അവിടെ അധ്യാപകനായി ജോലി ചെയ്തു. മഞ്ചേരിയിലൊരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അഭിവന്ദനായ രാമൻ മാസ്റ്ററെ അഭിവന്ദനായ MK ഹാജി ഒരു യോഗത്തിൽ പറയുന്നുണ്ട്, തങ്ങളെ എൻ്റെ കുട്ടിക്കൊരു സീറ്റ് കൊടുക്കണമെന്നാണ്, എൻ്റെ കുട്ടിക്കൊരു സീറ്റ്. അങ്ങനെയാണ് രാമൻ മാസ്റ്റർ MLA എന്ന ബോർഡ് വെച്ച കാറിൽ തിരൂരങ്ങാടി യത്തീംഖാനയിൽ പഠിച്ചൊരു യത്തീം കുട്ടി MLA ബോർഡ് വെച്ച കാറിൽ ആ മുറ്റത്ത് വന്നിറങ്ങിയെന്ന് കണ്ടു. ആ യത്തീംഖാനയുടെ പ്രത്യേകത എന്താ പറയുക നിങ്ങൾക്ക്? അതിൻ്റെ കീഴിലൊരു കോളേജുണ്ട്, പോക്കർ സാഹിബ് മെമ്മോറിയൽ ഓർഫനേജ് കോളേജ്. ഇതുവരെ 2025 വരെ ഒരു കുട്ടിയുടെ അടുത്തുനിന്നും മെറിറ്റ് നോക്കിയല്ലാതെ ഒരു കുട്ടിക്ക് അവിടെ പ്രവേശനം കൊടുത്തിട്ടില്ല. എന്ന് മാത്രമല്ല, ആ തിരൂരങ്ങാടി യത്തീംഖാനെ പഠിച്ച യത്തീം കുട്ടികളില്ലേ, ആ യത്തീം കുട്ടികൾക്കാണ് അവിടുത്തെ അഡ്മിഷൻ്റെ മുഖ്യ പരിഗണന എന്നത് ഇന്നും ആ സ്ഥാപനം ഉയർത്തിപ്പിടിക്കുന്ന MK ഹാജിയുടെ ഇസ്സത്തിൻ്റെ പ്രതീകമായി നിലനിൽക്കുന്ന സ്ഥാപനമാണ്. പോക്കർ സാഹിബ് എന്ന് പറഞ്ഞാൽ പോക്കർ സാഹിബ് എന്ന് പറഞ്ഞാൽ ഇത് ലൈവ് ഉണ്ടോ? ഈ സാധനം ഉണ്ടോ? ലൈവ് കൂടില്ലേ? 10 ഒന്ന് ഓഫാക്കിയാലോ, എന്നിട്ട് ഉണ്ടാക്കാം. പോക്കർ സാഹിബിൻ്റെ ഒരു സംഭവം പറയാനുണ്ട്. അന്നത്തെ നേതാക്കന്മാർ യത്തീംഖാനകൾ ഉണ്ടാക്കുക, യത്തീം കുട്ടികളെ നോക്കുക, പട്ടിണി സംരക്ഷിക്കുക, ധൈര്യം കൊടുക്കുക. അതായിരുന്നു മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ആദ്യം ചെയ്തത്. രണ്ടാമത്തെ ഒരു സെഷൻ അതാണ്. രണ്ടാമത്തെ ഘട്ടം അഭിവന്ദനായ സീതി സാഹിബാണ്. ഈ സീതി സാഹിബ് എന്ന് പറഞ്ഞ ആൾ നിങ്ങൾ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത
നമ്മൾ അത്രമേൽ കടപ്പെട്ട മനുഷ്യനാണ്. കൊടുങ്ങല്ലൂരിലെ സീതി മുഹമ്മദിൻ്റെ മകനാണ്. മട്ടാഞ്ചേരി കൂടി ഫത്തുൽ മന്നാൻ, ഫത്തുൽ ജദീം എന്ന് പറയുന്ന ബോട്ട് പോകുമ്പോൾ ആൾക്കാർ പറയരുത്രേ ഇത് ബോട്ടുകളുടെ രാജാവാണ്. അങ്ങനത്തെ 5 ബോട്ടുകൾ ഉണ്ടായിരുന്ന, ഏക്കർ കണക്കിന് കൃഷിഭൂമി ഉണ്ടായിരുന്ന, കൊച്ചിയിലെ വിദ്യാഭ്യാസ പരിഷ്കരണ ബോർഡിൽ അംഗമായ സീതി മുഹമ്മദിൻ്റെ മകൻ, നമ്പൂരി മഠത്തിൽ സീതി മുഹമ്മദിൻ്റെ മകൻ, ആ സീതി മുഹമ്മദിൻ്റെ മകനാണ് സീതി സാഹിബ്. അദ്ദേഹം കൊടുങ്ങല്ലൂർ ഹൈസ്കൂളിൽ പഠിച്ചു, എറണാകുളത്തെ മഹാരാജാസ് കോളേജിൽ പഠിച്ചു, തിരുവനന്തപുരത്തെ മഹാരാജാസ് കോളേജിൽ ഇന്നത്തെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പഠിച്ചു, തിരുവനന്തപുരത്തെ ലോ കോളേജിൽ പഠിച്ചു, ഗൗരി ശങ്കർ മിശ്രയെ പരിഭാഷപ്പെടുത്തി, അഭിവന്ദനായ ഗാന്ധിജിയെ പരിഭാഷപ്പെടുത്തി, ജനാബ് ഫസലുല്ലക്കിനെ പരിഭാഷപ്പെടുത്തി, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു സീതി സാഹിബ്. ജവഹർലാൽ നെഹ്റു ജീവിച്ചിരിപ്പുള്ള കാലത്തെ കോൺഗ്രസ് കമ്മിറ്റിയുടെ കൊച്ചി രാജ്യത്തെ PCC സെക്രട്ടറിമാരിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ, 1929 AICC സമ്മേളനത്തിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ. ആ മനുഷ്യൻ 1928-ലും 30-ലും 2 തവണ എതിരായി മത്സരിക്കാൻ സ്ഥാനാർത്ഥിയില്ലാതെ 2 തവണ MLA ആയി. തൻ്റെ MLA സ്ഥാനോ നമ്പൂരി മഠത്തിൽ സീതി മുഹമ്മദിൻ്റെ മകനെന്ന പ്രതാപൈശ്വര്യവും അറിയപ്പെടുന്ന വക്കീൽ എന്ന പേരൊക്കെ കൊച്ചിയിൽ അവിടെ എടുത്തു വെച്ചിട്ട് ഈ തലശ്ശേരിയിലെ തിരുവങ്ങാട്ട് ഒരു വാടക വീട്ടിൽ വന്ന് താമസിച്ചാണ് അഭിവന്ദനായ സീതി സാഹിബ് ലീഗ് കമ്മിറ്റികൾ ഉണ്ടാക്കിയത്, MSF ഉണ്ടാക്കിയത്, STU ഉണ്ടാക്കിയത്. അതേ 2 കാര്യമാണ് ചെയ്തത്. 2 കാര്യം. ഒന്ന്, നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കി. തിരൂർ ബോയ്സ് സ്കൂൾ ഉണ്ടാക്കി, തിരൂർ ഗേൾസ് ഉണ്ടാക്കി, ദേവദാർ സ്കൂൾ സ്റ്റേറ്റിനോടൊപ്പം ചേർത്ത് അഭിനന്ദനായ സീതി സാഹിബിനത്തിൽ പോളിടെക്നിക് ഉണ്ടാക്കി, ഫിഷറീസ് സ്കൂൾ ഉണ്ടാക്കി, മലപ്പുറത്തെ ഗവൺമെൻറ് കോട്ടപ്പടിക്കത്തെ ബോയ്സും ഗേൾസും ഉണ്ടാക്കി, മഞ്ചേരി ഗവൺമെൻറ് സ്കൂൾ ഉണ്ടാക്കി, തിരുവങ്ങാടി ഓറിയൻ്റൽ സ്കൂൾ ഉണ്ടാക്കി, മൊറയൂർ സ്കൂൾ ഉണ്ടാക്കി, കോഴിക്കോട്ട് ഹിമായത്തുൽ ഇസ്ലാം സ്കൂൾ ഉണ്ടാക്കി, കോഴിക്കോട്ട് ഗവൺമെൻറ് ഗേൾസ് സ്കൂൾ ഉണ്ടാക്കി, വടകരയിലെ മനാറുൽ ഇസ്ലാം സഭ ഉണ്ടാക്കി, തലശ്ശേരിയിലെ മുബാറക്ക് സ്കൂൾ ഉണ്ടാക്കി, ബ്രണ്ണൻ കോളേജ് ധർമ്മടത്തേക്ക് മാറ്റി സ്ഥാപിച്ചു, കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിന് നേതൃത്വം നൽകി, കുറ്റിപ്പുറത്തൊരു പാലമുണ്ടാക്കി, ഫറൂഖ് കോളേജ് ഉണ്ടാക്കി. ഈ സ്ഥാപനങ്ങൾക്ക് ഒരു വശത്തുണ്ടാക്കി. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളടക്കം പഠിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചു. രണ്ടാമതെന്താ ചെയ്തതെന്നറിയോ? സീതി സാഹിബ് മരിച്ചു പോയാലും ഈ സമുദായത്തിന് നേതൃത്വം നൽകാനുള്ള നേതാക്കന്മാരുണ്ടാക്കി. 1942 മലബാർ ജില്ലാ MSFൻ്റെ സമ്മേളനം പൊന്നാനി കടപ്പുറത്ത് വെച്ച് നടന്നപ്പോൾ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഒരു വിദ്യാർത്ഥിയെ സീതി സാഹിബ് കൊണ്ടുവന്നു. ആ കുട്ടിയുടെ ബാംഗ്ലൂരിൽ നിന്നാണ് കുട്ടി വന്നത്. ആ സീതി സാഹിബ് കൊണ്ടുവന്ന ആ കുട്ടി പ്രസംഗിച്ചു കഴിഞ്ഞു. ആ കുട്ടി ഇംഗ്ലീഷിലാണ് പ്രസംഗിച്ചത്, മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തണം. ആ പരിഭാഷപ്പെടുത്താൻ എണീറ്റ് നിന്നുകൊണ്ട് സീതി സാഹിബ് പറഞ്ഞത്, ഈ കുട്ടിയില്ലേ സുലൈമാൻ, അവൻ ഇന്ത്യയിലെ മുസ്ലിം രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന കുട്ടിയായി മാറുന്ന പറഞ്ഞു. ആ കുട്ടിയാണ് മെഹബൂബ് മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സെട്ടു സാഹിബ്. അഭിനന്ദനായ സീതി സാഹിബാണ് പിന്നീട് നമ്മുടെ നാട്ടിൽ, ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ നമ്മളൊക്കെ കേട്ടിട്ടുള്ള, നമ്മൾ കണ്ട ഒരാളാണ് അഹമ്മദ് സാഹിബ്. അഹമ്മദ് സാഹിബിനോട് സീതി സാഹിബ് പറഞ്ഞൊരു കാര്യമുണ്ട്, അഹമ്മദേ, നീ ഒരു സാധാരണ വക്കീലാവുള്ള ആളല്ലടോ, ഈ സമുദായത്തെ നയിക്കേണ്ട കുട്ടിയാണ്. അടുത്ത തലമുറയിൽ ഈ സമുദായത്തെ നയിക്കാൻ ഫ്ലവറി ലാംഗ്വേജ് വേണമെന്ന്. ഫ്ലവറി ലാംഗ്വേജ്, നല്ല ഇംഗ്ലീഷ് ഭാഷ അറിയണം. ആ ഫ്ലവറി ലാംഗ്വേജ് നീ ഇവിടെ പഠിച്ചാൽ കിട്ടൂല, തിരുവനന്തപുരത്ത് ലോ കോളേജിൽ പഠിക്കണം എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് ലോ കോളേജിൽ എഴുതും. ആ അഹമ്മദാണ് പിന്നീട് ഇന്ത്യ എന്ന ബോർഡിന് താഴെ നിന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഘോരഘോരം സംസാരിക്കാൻ നമ്മൾ കണ്ടെത്തിയത്. സീതി സാഹിബ് മരിച്ചുപോയിട്ട് എത്ര കാലം കഴിഞ്ഞിട്ടാണ് അഹമ്മദ് സാഹിബ് മരണപ്പെട്ടത്? 2 സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, ലീഡർഷിപ്പ് ഉണ്ടാക്കി. സീതി സാഹിബ് കണ്ടെത്തിയ, സ്വാധീനിച്ച മഹാപ്രതിഭയാണ് CH മുഹമ്മദ് കോയ. ഈ CH മുഹമ്മദ് കോയ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇനീഷ്യൽ പോലും തെറ്റാണ്. CK മുഹമ്മദ് കോയ എന്നാണ് മൂപ്പരുടെ പേര് യഥാർത്ഥത്തിൽ. മാഷ് തെറ്റി എഴുതിയതാണ്. ചെറിയാരം കണ്ടിന്ന് എഴുതിയപ്പോൾ മാഷ് ചെറിയാരം കണ്ടിന്ന് സീസാകുട്ടി മാഷ് എഴുതിയപ്പോൾ CK ഉള്ളത് CH ആയി പോയതാണ്. അത് പിന്നീട് അങ്ങനെ മൂപ്പരുടെ ബന്ധുക്കൾ എല്ലാവരുടെയും പേര് CK എന്നാണ്. CH മുഹമ്മദ് കോയ. മൂപ്പര് CK മുഹമ്മദ് കോയ എന്നൊരു രസം ഉണ്ടായിരുന്നില്ല. മൂപ്പര് മരിച്ചുപോയിട്ട് എത്ര കൊല്ലമായി എന്നറിയോ? 42 കൊല്ലമായി. 42 കൊല്ലം. VS അച്യുതാനന്ദനില്ലേ, മരിച്ചുപോയിട്ട് എത്ര മാസമായി? 2-3 മാസമല്ലേ ആയിട്ടുള്ളൂ. VS അച്യുതാനന്ദനും CH മുഹമ്മദ് കോയും നമ്മുടെ വയസ്സിൻ്റെ വ്യത്യാസം അറിയാം. VS അച്യുതാനന്ദൻ ജനിച്ചത് 1923-ലാണ്. CH മുഹമ്മദ് കോയ ജനിച്ചത് 1927-ലാണ്. VS അച്യുതാനന്ദനേക്കാൾ 5 വയസ്സ് ഇളയതാണ് ആര്? CH മുഹമ്മദ് കോയ. അള്ളാഹു ആയുസ് കൊടുത്തില്ല. അള്ളാഹു അദ്ദേഹത്തിൻ്റെ കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. പയ്യമ്പുനത്തിൽ ആലി മുസ്ലിയാരുടെ മകൻ, ഒരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ചൊരു കുട്ടി, 10ാം ക്ലാസ് പഠിക്കാൻ പൈസ ഇല്ലാത്ത കുട്ടി. ആ കുട്ടി പിന്നീട് വളർന്ന് വലുതായി ഈ സമുദായത്തിൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുത്തു സീതി സാഹിബിന് ശേഷം.
സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം നമ്മളൊന്ന് പരിശോധിക്കണം. ഞാൻ എൻ്റെ സഹോദരിമാരുടെ ഇപ്പോൾ ഇതിൽ കുറച്ച് പഠിക്കുന്ന കുട്ടികളൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ, അപ്പോൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സി എച്ച് മന്ത്രിയായത് 1967 സി എച്ച് മരണപ്പെടുന്നത് 1983. ഇതിൻ്റെ ഇടയ്ക്ക് 12 കൊല്ലക്കാലം സി എച്ച് മുഹമ്മദ് കോയ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. സി എച്ച് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത കാലത്ത് നേട്ടങ്ങളെ സംബന്ധിച്ച് അറിയണമെങ്കിൽ ഒരു കണക്ക് ഞങ്ങളോട് പറയാം. സി എച്ച് മന്ത്രിയാകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു സർവകലാശാലയാണ്. അദ്ദേഹം മരണപ്പെടുമ്പോൾ 5 സർവകലാശാലയാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ സർവകലാശാലയും ഇപ്പോൾ തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റി തിരുവനന്തപുരം നഗരത്തിലാണ്. അലിഗർ യൂണിവേഴ്സിറ്റി ആവട്ടെ, പോണ്ടിച്ചേരി ആവട്ടെ, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആവട്ടെ, DU ആവട്ടെ, എല്ലാ യൂണിവേഴ്സിറ്റിയും നഗരത്തിലാണ്. കുറുക്കന്മാർ ഓരിയിടുന്ന ഒരു കുറ്റിക്കാട്ടിൽ തേഞ്ഞിപ്പലത്ത് ഒരു സർവകലാശാല ഉണ്ടാക്കിയത് സി എച്ച് മുഹമ്മദ് കോയ സാഹിബാണ്. അതുൾപ്പെടെ 5 സർവകലാശാല. സി എച്ച് മന്ത്രിയാകുമ്പോൾ നമ്മുടെ നാട്ടിൽ 100 ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ്. അദ്ദേഹം മരണപ്പെടുമ്പോൾ 172 ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ്. സി എച്ച് മന്ത്രിയാകുമ്പോൾ നമ്മുടെ നാട്ടിൽ 1282 ഹൈസ്കൂളാണ്. അദ്ദേഹം മരണപ്പെടുമ്പോൾ 2336 ഹൈസ്കൂളാണ്. സി എച്ച് മന്ത്രിയാകുമ്പോൾ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, വയനാട്, ഈ തൃശ്ശൂരിൻ്റെ ചാവക്കാട് വരെയുള്ള ഭാഗമാണ് മലബാർ. ഈ 5 ജില്ലയിൽ ആകെയുള്ള ഹൈസ്കൂൾ എത്രയെന്നറിയോ? 298 ഹൈസ്കൂളാണ്. സി എച്ച് മരണപ്പെടുമ്പോൾ 746 ഹൈസ്കൂളാണ്. അഥവാ 250% വളർച്ച. സി എച്ച് മന്ത്രിയാകുമ്പോൾ നമ്മുടെ നാട്ടിലാകെ 5 കോളേജാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിലുള്ളത്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും NSSനൊക്കെ ഒരുപാട് കോളേജുകളുണ്ട്. പെരിങ്ങമല ഇക്ബാൽ കോളേജ്, മാലിക് ദിനാർ കോളേജ്, മീലാദെ ഷെരീഫ് കോളേജ് കായംകുളം, TKM ആർട്സ് കോളേജ്, TKM എഞ്ചിനീയറിംഗ് കോളേജ്. എഞ്ചിനീയറിംഗിൻ്റെ സെക്കൻഡ് ഓപ്ഷനാണ്. ISRIയുടെ ചെയർമാനൊക്കെ പഠിച്ചത് ഈ TKM എഞ്ചിനീയറിംഗ് കോളേജിലാണ്. തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ മെമ്മോറിയൽ എഞ്ചിനീയറിംഗ് കോളേജ് എന്നാണ് TKM എഞ്ചിനീയറിംഗ് കോളേജ്. കൊടുങ്ങല്ലൂർ അസ്മാബി MES കോളേജ്, പൊന്നാനി MS കോളേജ്, വളാഞ്ചേരി MS കോളേജ്, മണ്ണാർക്കാട് MS കോളേജ്, മമ്പാട് MES കോളേജ്, PSMO കോളേജ്, മീൻചന്ത ഗവൺമെൻറ് കോളേജ്, തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജ്, മുക്കത്ത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഓർഫനേജ് കോളേജ്, അതിനപ്പുറത്ത് വടകര മടപ്പള്ളി ഗവൺമെൻറ് കോളേജ് ഉൾപ്പെടെ 17 കോളേജ് അദ്ദേഹം 2-3 കൊല്ലം കൊണ്ടുണ്ടാക്കി. സി എച്ച് മന്ത്രിയാകുമ്പോൾ നമ്മുടെ നാട്ടിൽ ആകെ ഡിഗ്രി പാസ്സായ മുസ്ലിം ചെറുപ്പക്കാരുടെ എണ്ണം 1323. അദ്ദേഹം മരണപ്പെടുമ്പോൾ 18,825. അദ്ദേഹം മന്ത്രിയാകുമ്പോൾ 1000 അറബിക് അധ്യാപകരാണ്. അദ്ദേഹം മരണപ്പെടുമ്പോൾ 13,200 അറബിക് അധ്യാപകരാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ കരുതുന്നതൊക്കെ ആകാശത്തുനിന്ന് പൊട്ടി വീണതാണ് ഇവിടെയുള്ള സ്ഥാപനങ്ങളൊക്കെ. സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് അനുവദിച്ചു. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ മൗലാന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മൗലാന B.Ed കോളേജ്, മൗലാന TTC അഥവാ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്, മൗലാന ഹൈസ്കൂൾ, മൗലാന ഹയർ സെക്കൻഡറി ഒക്കെ ഉണ്ട്. ഞാൻ ഈ മൗലാന എന്ന് കേട്ടപ്പോൾ മൗലാന ഷൗക്കത്ത് അലി അങ്ങനെയൊക്കെ ചിന്തിച്ചത്. പക്ഷെ അതല്ല, മൗലാന എന്ന് പറഞ്ഞ B.Ed ഉണ്ട് മലേഷ്യയിൽ, അവർക്ക് കൊടുത്തതാണ് പാവപ്പെട്ട കടലോരത്തെ കുട്ടികൾക്ക് പഠിക്കാൻ. ഓരോ പ്രദേശത്തും നിങ്ങളവിടുത്തെ MJ സ്കൂളൊക്കെ അല്ലേ, MJ സ്കൂൾ ഇവിടെ അടുത്തല്ലേ, MJ സ്കൂളൊക്കെ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് അനുവദിച്ചതാണ്. ഓരോ പഞ്ചായത്തിലും ഹൈസ്കൂൾ അനുവദിച്ചു. ഓരോ പ്രദേശത്തും ഹൈസ്കൂളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അനുവദിച്ചു. രണ്ടാമത്, ഓരോ പ്രഗത്ഭരായ ആളുകൾ ഇതിലേക്ക് കണ്ടെത്തി കൊണ്ടുവന്നു. ഞങ്ങളുടെ ആളെ പറ്റി പറയട്ടെ. എൻ്റെ സഹോദരിമാർ ആരും അങ്ങനെ ഒരാളെ കേട്ടിട്ടുണ്ടാവില്ല, എനിക്ക് ഉറപ്പാണ്. അയാളുടെ പേര് കുട്ടിയാമു എന്നാണ്. കുട്ടിയാമു, എഞ്ചിനീയർ TP കുട്ടിയാമു എന്നാണ് മൂപ്പരുടെ പേര്. മലബാറിലെ ആദ്യത്തെ എഞ്ചിനീയറാണ് എഞ്ചിനീയർ TP കുട്ടിയാമു സാഹിബ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അറിയാം നിങ്ങൾക്ക്? നമ്മുടെ നാട്ടിൽ ഈ പള്ളി കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാം? പള്ളി കണ്ടാൽ ഒരു മിനാരുണ്ടാവും. പഴയ പള്ളിക്ക് മിനാരല്ലല്ലോ. കേരളത്തിലെ ആദ്യത്തെ മിനാരുള്ള പള്ളിക്ക് പ്ലാൻ വരച്ചത് കുട്ടിയാമു സാഹിബാണ്. തലശ്ശേരിയിലെ സ്റ്റേഡിയം പള്ളി. രണ്ടാമത്തെ പള്ളി തിരുവനന്തപുരത്തെ പാളയം പള്ളി. പള്ളി കണ്ടാൽ അത് മനസ്സിലാവണം എന്നുള്ളതാണ് കുട്ടിയാമു സാഹിബിൻ്റെ ആശയം. ഫറൂഖ് കോളേജിൻ്റെ രാജാ ഗേറ്റ് അദ്ദേഹം വെച്ചതാണ്. തിരൂരങ്ങാടി യത്തീംഖാനയുടെ പ്ലാൻ അദ്ദേഹമാണ്. ലോകത്തെ 10 ഡാം എഞ്ചിനീയർമാരിൽ ആദ്യത്തെ 10ൽ വരുന്ന ആളാണ് മൂപ്പര്. ലോകത്തെ 10, ഇന്ത്യത്തെ ഒന്നുമല്ല, ലോകത്തെ 10 ഡാം എഞ്ചിനീയർമാർ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അറിയോ? അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ ചന്ദ്രികയുടെ മാനേജിങ് ഡയറക്ടറായിരുന്നു. അദ്ദേഹം മുസ്ലിം ലീഗിനോട് അനുഭാവമുള്ള ആളായി മാറി. കാരണം എന്താ അറിയോ? CD സാഹിബിനോടുള്ള ഇഷ്ടവും CH നോടുള്ള വല്ലാത്ത ഒരു സൗഹൃദവും.
ആ കുട്ടിയാമുസാഹിബ പറഞ്ഞത് എന്താ അറിയോ? നമുക്ക് ഭരണം ലഭിച്ചാൽ വിദ്യാഭ്യാസ വകുപ്പും ഫിഷറീസ് വകുപ്പ് എടുക്കണമെന്ന് പറഞ്ഞത് ഈ കുട്ടിയാമുസാഹിബ. ആ കുട്ടിയാമുസാഹിബിൻ്റെ പേരിൽ ഒരു ഗ്രാമമുണ്ട് തമിഴ്നാട്ടിൽ. കാരണം മൂപ്പര് തമിഴ്നാട്ടിലെ PWD എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പുഴയുണ്ട്, കുട്ടിയാമു റിവർ. ആ പുഴ കൊണ്ടെടുത്ത് തമിഴ്നാട്ടിലെ PWD ആസ്ഥാനത്തിനകത്തൊരു ബിൽഡിങ്ങിൻ്റെ പേര് കുട്ടിയാമു ആലൈ എന്നാണ്. ഈ അഹമ്മദ് കുരിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഹമ്മദ് കുരിക്കലാണ്. ഏത് ഇവിടെ ഉള്ള മഞ്ചേരി അല്ലേ? ഏതാ അന്ന് അനുവദിച്ച സ്കൂൾ അത്? പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 47-ാമത്തെ വയസ്സിൽ മരിച്ചയാളാണ് ബാപ്പു കുരിക്കൽ. ഫിഷറീസ് വകുപ്പ് മന്ത്രിയായിരുന്നു ബാപ്പു കുരിക്കൽ. എല്ലാ നാട്ടിലും ഇതുപോലത്തെ ഓരോ അടയാളങ്ങളുണ്ടെന്നാണ്. അടയാളങ്ങൾ ഈ അടയാളങ്ങളൊക്കെ ഇങ്ങ് വളർന്നു പന്തലിച്ച് നിൽക്കുന്നില്ലേ, അത് ഈ സമുദായത്തിൻ്റെ വളർച്ചയുടെ അടയാളക്കല്ലുകളാണ്. നമ്മൾ ഈ കരുതുന്ന മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ബൈത്തുറാമിയും കുറച്ച് CH സെൻറ്ററും കുറച്ച് PTH പോലത്തെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് കേവലമായ ആകർഷങ്ങളിൽ കുടുങ്ങിയിട്ടാണ് ഇത് ലീഗാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു വെച്ചത്. അല്ല, എൻ്റെ സഹോദരിമാരോട് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മുസ്ലിം ലീഗ് നമുക്ക് തന്നത് എന്താണ്? നമുക്ക് തന്നത് ഒറ്റ കാര്യമാണ്. പൈസ കൊടുത്താൽ കിട്ടാത്തൊരു സാധനം നമുക്ക് ലീഗ് തന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ പൈസ കൊടുത്താൽ കിട്ടൂലേ? പക്ഷെ അഭിമാനവും അന്തസ്സും പൈസ കൊടുത്താൽ കിട്ടൂല. അഭിമാനവും അന്തസ്സും പൈസ കൊടുത്താൽ കിട്ടില്ല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു രംഗമുണ്ട്. റസൂലിൻ്റെ മുതലാളിയാണ് ഖദീജ ബീവി. തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന 25 വയസ്സായ ഒരു ചെറുപ്പക്കാരനെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഖദീജ ബീവി. 40 വയസ്സുള്ള ഖദീജ ബീവി റസൂലിൻ്റെ അടുത്ത് വന്ന് ഒരാൾ അറിയിക്കുന്നുണ്ട്, അങ്ങയെ വിവാഹം ചെയ്യാൻ ഖദീജ ബീവി തയ്യാറാണ്, ആഗ്രഹിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ തയ്യാറാണ്. കാരണം ഖദീജ അന്തസ്സുള്ളൊരു സ്ത്രീയാണെന്നാണ്. അന്തസ്. ഓരോ വീട്ടിലും വിദ്യാഭ്യാസം എത്തിക്കുകയും ആ വിദ്യാഭ്യാസം എത്തിക്കുന്നതിലൂടെ അഭിമാനവും അന്തസ്സും നമുക്ക് പകർന്നു തന്നത് ആരാണ്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണെന്നാണ് ഞാനിവിടെ പറഞ്ഞ അഭിപ്രായമായി പങ്കുവെക്കുന്നത്. ഉത്തരേന്ത്യയിലെ കുഞ്ഞാലിക്കുട്ടിയെ അവിടുത്തെ പോലീസ് മുഖത്ത് ബൂട്ട് കൊണ്ട് ചോട്ടുമ്പോൾ ഇവിടുത്തെ കുഞ്ഞാലിക്കുട്ടിയെ DGP സല്യൂട്ട് ചെയ്യുന്നൊരു പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ 100 കൊല്ലം കൊണ്ട് സാധ്യമായിട്ടുണ്ട്. നമ്മളെ വെറുതെ ഒന്നും പോലീസ് പിടിച്ചോണ്ടില്ല. ഈ നാട്ടിൽ വല്ലാത്ത രൂപത്തിൽ വർഗീയത പ്രചരിപ്പിക്കുന്ന കാലത്ത് ഈ നാട്ടിലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് അവർ ആത്മാഭിമാനത്തോടു കൂടി ഉയർന്നു നിൽക്കാനും ഈ രാജ്യത്തെ മറ്റു സമുദായങ്ങൾക്കകത്ത് വിശ്വാസം സംഭരിക്കാനും സ്വന്തം സമുദായത്തിൻ്റെ അവകാശ സംരക്ഷണ പോരാട്ടങ്ങൾക്ക് നിറഞ്ഞു നിൽക്കാനും മറ്റു സമുദായങ്ങളുടെ കൂടെ അവരുടെ സൗഹൃദത്വ അന്തരീക്ഷം നിലനിർത്താനും മുസ്ലിം കമ്മ്യൂണിറ്റിയെ ജനാധിപത്യവൽക്കരിക്കാനും ഈ പാർട്ടിക്ക് സാധ്യമായിട്ടുണ്ട്. ഈ പാർട്ടിയുടെ ബേസ് എന്ന് പറയുന്നത് അതാണ്. സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യന്മാർ, ഈ നാട്ടിലെ പള്ളി ഖബർസ്ഥാനിൽ അന്തിയുറങ്ങുന്ന പാവപ്പെട്ട മനുഷ്യന്മാരിൽ അള്ളാഹു അവരുടെ ഖബറിനെ വിളിച്ചാക്കി കൊടുക്കട്ടെ. അവർ ഈ പതാക പിടിച്ചത്, ഈ ആത്മാഭിമാനത്തിൻ്റെ പതാക പിടിച്ചത്, ആ പതാക ഈ നാട്ടിൽ താവാതെ നോക്കിയത് അവരാണ്. നമ്മുടെ ഉത്തരവാദിത്വവും അതാണ്. ആത്മാഭിമാനത്തോടുകൂടി അഭിമാനബോധത്തോടുകൂടി ഈ പതാക ഉയർത്തിപ്പിടിക്കുക. അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും.